खबर मिली है कि खतरनाक आतंकवादी भिंद्रन बिल्ला तिहाड़ जेल से फरार हो गया है। फरार के पीछे किसी अंतरराष्ट्रीय आतंकवादी ग्रुप होने की आशंका है। भिंद्रन बिल्ला को जिंदा या मुर्दा पकड़ने वाले को सरकार ने 50 लाख रुपए का इनाम देने का घोषणा की है। ഗുരുവായൂരപ്പ പിക്ചർ ട്യൂബ് വീണ്ടും പോയെന്നാ തോന്നണേ. കൊച്ചാപ്പി, ഇവനിത് എവിടെ പോയി കിടക്കുക? കൊച്ചാപ്പി, മന്ത്രിയോട് ഇന്ന് 2 വാക്ക് പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ഈ ഇൻസ്പെക്ടർ കൊച്ചാപ്പി ആരാണെന്നോ അയാൾ ഇന്ന് അറിയും. അയ്യോ, എന്റെ യൂണിഫോം എടുത്തിട്ട് ആരാ നിന്നോട് പറഞ്ഞത്? ഈ ഒരു തവണത്തേക്ക് സാർ എന്നോട് ക്ഷമിക്കും. എന്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയതിന് ശേഷം ഡെയിലി ഒരു 5 പ്രാവശ്യമെങ്കിലും ക്ഷമിക്കണം സാർ, എന്നെ പറഞ്ഞു വിടരുത് എന്ന് നീ പറയാറില്ലേ? ക്ഷമിക്കണം സാർ, ഇനി മേലാൽ ഞാൻ അങ്ങനെയൊന്നും പറയില്ല. എന്നെ പിരിച്ചുവിടരുത്. നിന്റെ അടുത്ത് ഇപ്പൊ ഞാൻ ഒരു പോലീസുകാരനാകണമെന്നുള്ളത് കുഞ്ഞുനാളിലേ ഉള്ള ആഗ്രഹമായിരുന്നു സാർ. അത് നടന്നില്ല. ഒരു പോലീസ് ഓഫീസറുടെ ജോലിക്കാരനെങ്കിലും ആകാൻ കഴിഞ്ഞത് തച്ചോട്ട് കാവ് ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാ. അതും സാറിനെ പോലെ തങ്ക സ്വഭാവമുള്ള കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട. ഈ യൂണിഫോം അഴിച്ചു വെച്ചിട്ട് എനിക്കൊരു ഗ്ലാസ് കാപ്പി എടുത്തോണ്ട് വാ. കട്ടൻ കാപ്പി വേണോ പാൽ കാപ്പി വേണോ സാർ? പാൽ കാപ്പി മതി. ബ്രൂ കാപ്പി വേണോ പൊടി കാപ്പി വേണോ? ബ്രൂ കാപ്പി ആയിക്കോട്ടെ. പാല് വേണോ പാൽ പൊടി വേണോ? ഏതാ ഉള്ളത്? ഇത് രണ്ടും ഇല്ല. കട്ടൻ ചായ തരാം സാർ. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നൊയമ്പിന്നു മുടക്കും ഞാൻ. തിരുവില്വാമലയിൽ നേദിച്ചു കൊണ്ടുവരും ഇളനീർ കുടമിന്നുടയ്ക്കും ഞാൻ. ഹലോ, അന്നാമേ ഞാൻ തന്നെയാ. നീ ഇന്നലെ എന്താ വിളിക്കാഞ്ഞേ? ഇന്നലെ രാത്രി 1 മണി വരെ ഞാൻ ഉറക്കൊഴിച്ച് കാത്തിരിക്കായിരുന്നു. 1 മണി വരെ ഞാൻ കാത്തിരിക്കായിരുന്നു. എന്തേ ഉറക്കപ്പറ, എന്തേ നൈറ്റ് ഡ്യൂട്ടിയോ? എടി, നീ ഇങ്ങനെ പണിയെടുത്തെടുത്ത് ശരീരം കളയല്ലേ. ഗൾഫിലിപ്പോ ചൂടാണോ തണുപ്പാണോ? തണുപ്പോ? സാരമില്ല. എടി, ഒരു സാധാ പോലീസുകാരനായ ഞാൻ 2 എം പണിയെടുത്താലും ഇതേപോലെ വീട് പണിയാനൊക്കോ? ഇന്നലെ ഡിവൈഎസ്പി വീട് കാണാൻ വന്നിരുന്നു. അയാൾ അന്തം വിട്ടുപോയി. SI ഭാഗ്യനാഥനും സർക്കിൾ KK നമ്പ്യാർക്കൊക്കെ നമ്മളോട് അസൂയ വേണമെങ്കിൽ ആയിക്കോട്ടെന്നേ. അല്ലെങ്കിൽ നിന്നെ പോലെ നേഴ്സിന് അവന്മാര് കല്യാണം കഴിക്കട്ടെ. അയ്യോ, നീ ഇങ്ങനെ ഫോൺ വിളിച്ച് കാശ് കളയല്ലേ. ഉള്ള കാര്യം ചോട്ടാച്ചേര്. എന്ത് ചെലവോ? ചെലവിനല്ലടി, ബാങ്കിലിടാൻ. ബാങ്കിലേ ഇടാൻ. ആര്, ഭാസ്കരനോ? അവനിവിടെ ഉണ്ടല്ലോ. അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനോ? വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റില്ല. അത് വേണോ അന്നാമ്മേ? എനിക്കൊരു കൂട്ടല്ലേ. അവനൊരു മണ്ടനാ, പാവം. ഏയ്, അവന് വേണ്ടി ഒറ്റ ചില്ലിക്കാശ് പോലും ഞാൻ ചെലവാക്കൂല. വാടക വാങ്ങാതെ താമസിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. അതെ, അതിന് പകരമായി അവൻ തുണി അലക്കുന്നു, അടുക്കളപ്പണി എടുക്കുന്നു, നിലം തുടയ്ക്കുന്നു. നിലം വരെ തുടയ്ക്കുന്നുണ്ട്. ഇപ്പൊ പുട്ടി തൊട്ടുകൊണ്ടിരിക്കുക. തങ്കഭസ്മവും കുങ്കുമപ്പൂവും ഒക്കെ ഞാൻ മുടങ്ങാതെ കഴിച്ചോണ്ടിരിക്കുക. ഞാനിപ്പോ നല്ലപോലെ വെളുത്തിരിക്കുക. ഇനിയും വെളുക്കും. ചിലപ്പോ വെളുത്ത് ഞാനൊരു സായിപ്പായി പോവോ എന്നൊരു സംശയം. ഓക്കേ. തങ്കഭസ്മല്ല, പ്ലാറ്റിനത്തിന്റെ ഭസ്മം കഴിച്ചാലും ഈ മുഖത്തിന് വലിയ വ്യത്യാസം ഉണ്ടാവും തോന്നില്ല കേട്ടോ. നിന്റെ കാര്യം ഇപ്പൊ അന്നാമ്മ പറഞ്ഞതേ ഉള്ളൂ. നിന്നെ ഇവിടെ ഇറക്കി വിടാൻ എന്റെ അടുക്ക് ആളാവാൻ നോക്കിയാലുണ്ടല്ലോ, നിന്നെ ഇവിടെ ഇറക്കി വിടും ഞാൻ. ഇറക്കി വിട്ടാൽ ഞാനങ്ങ് പോകും. അല്ലേ തന്നെ SI ഭാഗ്യനാഥന്റെ കീഴിൽ അപമാനവും സഹിച്ചുകൊണ്ടുള്ള ഈ കോൺസ്റ്റബിൾ പണി എനിക്ക് മടുത്തിരിക്കുക. കിട്ടിയ സന്ദർഭം വെച്ച് അവനെ അടിച്ചമർത്താൻ നോക്കല്ലേ. അയാൾക്ക് എന്താ ഇത്ര വിരോധം നിന്നോട്? അതൊക്കെ പറയാമെന്ന് വെച്ചാൽ ഒത്തിരി ഉണ്ട്. കോളേജിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നല്ലോ. ചെയർമാൻ തെരഞ്ഞെടുപ്പിന് ഞാൻ അവന് 100 വോട്ടിന് മുട്ടുകുത്തിച്ചു. പിന്നെ അവന്റെ അമ്മാവന്റെ മകളെ ഞാനൊന്ന് ലൈനിട്ടു. എന്ത്? ഞാനൊന്ന് ലൈനിട്ടു. വല്ല ലക്ഷദ്വീപിലോ അൻഡമാനിലോ പോയാലും വേണ്ടില്ല, ഇവന്റെ കീഴിൽ ഇങ്ങനെ എനിക്ക് മടുത്തു അച്ചായ. അവന്റെ അമ്മാവന്റെ മകള് നിന്നെ പ്രേമിച്ചോ? ഞാൻ പ്രേമിച്ചു. ഓഹോ, അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അവളാരെ പ്രേമിക്കുന്നു? അതിതുവരെ തീരുമാനമായിട്ടില്ല. അവനവളെ നോട്ടമുണ്ടെന്ന് മാത്രം അറിയാം. എങ്കിൽ ഇത് അത്ര പെട്ടെന്ന് അവസാനിക്കുന്ന കേസല്ല ഭാസ്കര. അറിയാം. ഓ, കാലമാടനെത്തി.
നമ്മൾ താമസിക്കുന്ന വീടാ, പോലീസ് സ്റ്റേഷൻ അല്ല. ഇവിടെ വെച്ച് അവൻ വല്ലോ എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയാൽ ഞാൻ അപ്പ അവനടിക്കും. നമ്മൾ താമസിക്കുന്ന വീടാണെന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷെ വീട് എന്റെയാ. തല്ലും പിടിയൊക്കെ റോഡിൽ ഇറങ്ങിയിട്ട് മതി, ഇവിടെ വേണ്ട. എന്താ കോൺസ്റ്റബിൾസ്, സാർ, ഡ്യൂട്ടിക്ക് പോകാൻ സമയമായില്ലേ? ഭാസ്കരൻ കോൺസ്റ്റബിൾ സല്യൂട്ട് ചെയ്തില്ല. അതിനിത് പോലീസ് സ്റ്റേഷനൊന്നും അല്ലല്ലോ. എങ്കിലും യൂണിഫോം ധരിച്ച് നിൽക്കുന്ന തന്റെ സുപ്പീരിയർ ഓഫീസർ അല്ലേ ഞാൻ? സുപ്പീരിയർ കൈക്കൂലി കൊടുത്ത് നീ സുപ്പീരിയർ ആയതല്ലേ? ആണോ സാർ? സ്പോർട്സ് കോട്ടയിലാണ് എനിക്ക് SI സെലക്ഷൻ കിട്ടിയെന്നുള്ള കാര്യം ഭാസ്കരൻ കോൺസ്റ്റബിളിന് അറിയില്ലേ? നിനക്ക് എന്ത് സ്പോർട്സ് അറിയാം? തവളച്ചാട്ടോ. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, എനാസിസ് ബട്ട് എനാസ് ദോ ഹി കാരീസ് ഗോൾഡ്, എന്ന് വെച്ചാൽ സ്വർണം ചുമന്നാലും കഴുത തന്നെ എന്ന്. ഒന്നും ചുമക്കാനില്ലാത്ത കോവർ കഴുതകൾക്ക് അങ്ങനെ പലതും പറയാം. ഇതിന് ഞാനിപ്പോ മറുപടി പറയുന്നില്ല, കാരണം തെണ്ടി പട്ടികളോട് സംസാരിക്കേണ്ട ഭാഷ എനിക്ക് വശമില്ല. നമ്മൾ സമാധാന പാലകരാണ്, സമാധാനം തകർക്കുന്നവരാണോ സാർ? പ്ലീസ് ദയവായി പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. അച്ഛന്റെ വീടായിപ്പോയി. ഓക്കെ, രണ്ടുപേരും പെട്ടെന്ന് റെഡിയാവും. വരുന്ന വഴിക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് അതിക്രമിച്ച് കിടക്കുന്ന ഒരു പഴയ പിടികിട്ടാ പുള്ളിയെ ഞാൻ കണ്ടു. നമുക്ക് ഉടനെ അങ്ങോട്ട് പോകണം, ഒരു ചെറിയ ഇൻവെസ്റ്റിഗേഷൻ. സർ, കം ഓൺ ക്വിക്ക്. സാർ, ഇവിടെയല്ല, കുറച്ച് അപ്പുറത്ത്. കവിയും കലാകാരനുമായിരുന്ന പഴയ കോളേജ് ഹീറോയ്ക്ക് ഞാൻ ഒരു ആരാധിയെ പരിചയപ്പെടുത്തി തരാം. വെയിറ്റ് ചെയ്യൂ. എന്തു പറ്റി ഭാസ്കര? അവള് ഈ നഗരത്തിൽ എത്തിക്കഴിഞ്ഞു. അടുത്തതായി കലാതിലകമായി തെരഞ്ഞെടുക്കപ്പെട്ട സെക്കൻഡ് പ്രീ ഡിഗ്രി വിദ്യാർത്ഥിനി അഞ്ജു രാഘവനെ ആശംസിക്കാനായി കവിയും കലാകാരനുമായ നമ്മുടെ കോളേജ് യൂണിയൻ ചെയർമാൻ KV ഭാസ്കറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, യൂണിവേഴ്സിറ്റി ഇന്റർസോൺ മത്സരത്തിൽ നമ്മുടെ കോളേജിന് സ്തുത്യർഹമായ അംഗീകാരം നേടുത്തുന്ന കലാകാരി എന്ന നിലയ്ക്ക് കുമാരി അഞ്ജു രാഘവനെ. ആരാ ഭാസ്കര അത്? പഠിച്ചിരുന്ന കാലത്തെ ഒരു മോഹം. അതിനെന്താ ഇങ്ങനെ ഒരു ഭാവം? അവളോടും SI ആയിട്ടേ കാണുള്ളൂ എന്ന് പറഞ്ഞിരിക്കും. അവളോട് SI ആണെന്നാ പറഞ്ഞത്. എന്നാ പിന്നെ DGP ആണെന്ന് പറഞ്ഞുകൂടായിരുന്നോ? അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. അമ്മാവൻ ഇതിനൊക്കെ മെനക്കെടുന്ന എന്തിനാ? പരിചയമില്ലാത്ത നാടല്ലേ, അവിടെ തനിച്ചയക്കാൻ പറ്റുമോ? വാങ്ങിച്ചോ മോളെ. എല്ലാം കിട്ടിയില്ലേ ഡാഡി? ബാക്കി നമുക്ക് നാളെ മേടിക്കാം. എനിക്കിന്ന് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുന്ന ദിവസമാണ്. പിന്നെ ഈ ഷോപ്പിങ്ങിനൊന്നും ഇങ്ങനെ അമ്മാവനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. അഞ്ജുവിന് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാ പോരെ. ഈ SI ഭാഗ്യനാഥനെ ഒന്ന് സല്യൂട്ട് ചെയ്യാൻ 47 കോൺസ്റ്റബിൾമാർ എന്റെ സ്റ്റേഷനിൽ പരസ്പരം മത്സരിക്കുകയാണ്. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി, അഞ്ജുവിന്റെ ഏത് ആജ്ഞയും അനുസരിക്കാൻ അവർ ഓടിയെത്തും. ഇനി ഏത് പുസ്തകമാണ് അഞ്ജുവിന് വേണ്ടത്? നഗരത്തിലെ ഏത് ബുക്ക് സ്റ്റാളിൽ നിന്നായാലും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായി അത് അഞ്ജുവിന്റെ കൈകളിൽ എത്തിയിരിക്കും. വളരെ ഒബീഡിയന്റ് ആയിട്ടുള്ള 2 കോൺസ്റ്റബിൾമാർ എന്റെ ജീപ്പിൽ ഇരിപ്പുണ്ട്. വരൂ, അവരെ ഏൽപ്പിച്ചാൽ മതി. അമ്മാവനെ ഓരോന്ന് പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാ. വരൂ. ഏത് പുസ്തകമാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ കോൺസ്റ്റബിൾമാരോട് പറഞ്ഞാൽ മതി. രണ്ടുപേരും അകത്തേക്ക് വാ. രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ കാരണം വല്ലതും ഉണ്ടെങ്കിൽ പറയാം. ഡ്യൂട്ടിക്കിടയിൽ മേലുദ്യോഗസ്ഥന്റെ അനുവാദമില്ലാതെ കടന്നു കളയുക, അത് പണിഷ്മെന്റ് അർഹിക്കുന്ന കുറ്റമാണെന്ന് അറിയാമല്ലോ. അതെ, ഭാസ്കരൻ പോരാൻ പറഞ്ഞു, ഞാൻ പോന്നു. അതുകൊണ്ട് ഞാൻ കുറ്റക്കാരനൊന്നും അല്ല. ഭാസ്കരനാണോ നമ്മുടെ മേലുദ്യോഗസ്ഥൻ? അതെ, അല്ല. ഡ്യൂട്ടിക്കിടയിൽ എന്ന് പറഞ്ഞല്ലോ, അവിടെ എന്തായിരുന്നു ഡ്യൂട്ടി എന്ന് മനസ്സിലായില്ല. കള്ളനെ പിടിക്കൽ ഡ്യൂട്ടിയിൽ പെടില്ലേ? ഏത് കള്ളൻ? നീ തന്നെ കള്ളൻ. വെറും സാധാ പോലീസായ നീ SI ആണെന്ന് ചിലരോടൊക്കെ പറഞ്ഞില്ലേ? അവർക്ക് സത്യം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് എന്റെ കടമയാണ്. അത് മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ കടന്നു കളഞ്ഞത്. SI സാറേ, ഇതുപോലുള്ള പീറ പണികൾക്ക് തലങ്ങും വിലങ്ങും ഓടിക്കാനുള്ളതല്ല ഡിപ്പാർട്ട്മെന്റ് ജീപ്പ്. ഞങ്ങളെ സസ്പെൻഡ് ചെയ്യ്. നേരെ തെളിവ് സഹിതം ഞങ്ങൾ കോടതി കയറും. അധികാര ദുർവിനിയോഗത്തിന് കനത്ത ശിക്ഷ വാങ്ങിച്ചു തന്നില്ലെങ്കിൽ ഭാസ്കരൻ എന്നുള്ള പേര് മാറ്റി എന്നെ ഭാഗ്യനാഥ എന്ന് വിളിച്ചോ. നീ എന്നെ വിരട്ടുകയാണോ? അതെ, വിരളുമെന്ന് ബോധ്യമുള്ളവരെ വിരട്ടുന്നത് എന്റെ ഒരു ഹോബിയാണ് SI സാറേ.
അഞ്ചു താങ്കളുടെ അമ്മാവന്റെ മകളായിരിക്കാം, പക്ഷെ അവൾക്കിപ്പോ വോട്ടവകാശത്തിനുള്ള പ്രായമായി. നമ്മളിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് അവള് തീരുമാനിക്കട്ടെ. ആ വോട്ട് അവൾ എനിക്ക് എന്നേ തന്നു കഴിഞ്ഞു. പക്ഷേ ബാലറ്റ് പെട്ടി തട്ടിയെടുത്ത് നീ കള്ള വോട്ടിന് ശ്രമിക്കുകയാണ്. അന്ന് കോളേജ് ഇലക്ഷൻ എന്നെ തോൽപ്പിച്ചതുപോലെ. ഇനി ഞാൻ അതിനെ സമ്മതിക്കില്ല. നമുക്ക് നോക്കാം. തൽക്കാലം ഇന്ന് ഞങ്ങൾക്ക് വല്ല ഡ്യൂട്ടി ഉണ്ടെങ്കിൽ പറ. ഡ്യൂട്ടി ഉണ്ട്. അട്ടിപ്പറ്റ വരെ പോണം. എന്തേ? അല്ല, വാഹനങ്ങളൊന്നും പോകാത്ത സ്ഥലമാണല്ലോ സാറേ അറ്റിപ്പട്ട. അതുകൊണ്ടെന്താ, 20 കിലോമീറ്റർ നടന്നാ പോരെ. പോലീസുകാരെ സ്ഥിരമായി ഉപദ്രവിക്കുന്ന ജെയിംസ് എന്ന ഗുണ്ടയുടെ പേരിൽ ഒരു തല്ല് കേസുണ്ട്. കയ്യോടെ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരണം. അതിന് ഒരാൾ മാത്രം പോയാൽ പോരെ സാർ? ശരിയാ, നീ മാത്രം പോയാ മതി. Proceed. Proceed, I say. എന്തൊക്കെയുണ്ടോ പേപ്പറിൽ വിശേഷം? വീട്ടമ്മ കള്ളനെ പിടികൂടി. ആഹാ. ഈ വീട്ടമ്മമാർക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? നമ്മുടെ വില കളയണ ഏർപ്പാട്. ഈ പിടി കൂടെ നിന്ന് കൊടുക്കുന്ന അവനെയൊക്കെ വേണം തല്ലാൻ. കക്കാൻ പോകുന്നതിന് മുമ്പ് ഇവന്മാരാ കമ്മാരന്റെ ഈ ഈനാശുവിന്റെ അടുത്ത് പോയിട്ട് 4 മോഷണം പഠിക്കട്ടെ. കള്ളന്മാരാ ജനിക്കണമെങ്കിൽ അവന്മാരെ പോലെ ജനിക്കണം. നല്ല തറവാടിത്തുള്ള കള്ളന്മാരാ. എടാ ഈനാശു, എനിക്ക് നിന്നെ പറ്റി ഭയങ്കര പ്രതീക്ഷകളായി. നീ എന്റെ കൂടെ കൂടിയിട്ട് വർഷം 14 അതെ, ഇന്ന് വരെ ഒരു കിണ്ണം നീ കട്ടിട്ടുണ്ടോടാ? ഇന്ന് അവിടെ ഇരിക്കട്ടെ, അത് പിന്നെ എടുക്കാം. ആശാൻ അങ്ങനെ എന്നെ കൊച്ചാക്കരുത്. ആശാൻ അറിയാത്തൊരു രഹസ്യം ഞാൻ പുറത്തു വിടട്ടെ. എന്ത് രഹസ്യം? ഇന്നലെ രാത്രി ഞാൻ എവിടെയായിരുന്നു? എന്റെ കൂടെ മൂക്കറ്റം തിന്നിട്ട് കൂർക്കം വലിച്ച് കിടന്ന് ഉറങ്ങിയില്ലേ? അങ്ങനെ തോന്നിയില്ലേ? ആ. പക്ഷെ അങ്ങനെ ആയിരുന്നില്ല. ആശാൻ ഉറങ്ങി, ഞാൻ എഴുന്നേറ്റു. കുറ്റിരട്ടത്ത് ഞാൻ ഇറങ്ങി നടന്നു. നേരെ ഒരിടത്ത് കയറി. എന്റെ ഉന്നം പിടച്ചില്ല. മുറി കുത്തി തുറന്ന് ഞാൻ അകത്ത് കയറി. ഭീമാകാരനായ ഒരു ഗോദറേജ് അലമാര. തന്ത്രം ഉപയോഗിച്ച് ഞാൻ അലമാര തുറന്നു. നേരോ? അമ്മയാണ് സത്യം. എന്നിട്ട് ആ അലമാര കാലിയായിരുന്നു. നോക്കുമ്പോൾ വേറൊരു ഗോദറേജ് അലമാര. അതും ഞാൻ തുറന്നു. വിശ്വസിക്കാൻ പറ്റിയില്ല, അതും കാലിയായിരുന്നു. ഞാൻ വിട്ടില്ല ആശാനെ. നോക്കുമ്പോ ഒരു മുട്ടൻ അലമാര ചാരി വെച്ചിരിക്കുന്നു. അത് തുറന്നപ്പോഴേ കാലി. എടാ, പഴയ കാലമല്ല ഇത്. നമ്മളെപ്പോലുള്ളവരെ പേടിച്ച് ഇപ്പൊ എല്ലാവരും ബാങ്കിലെ ലോക്കറുകളിലാണ് പണവും സ്വർണവും സൂക്ഷിക്കുന്നത്. അതല്ല ആശാനെ, പിന്നീടാണ് മനസ്സിലായത് അതൊരു ഗോദറേജ് അലമാരയുടെ ഷോറൂമായിരുന്നു. ആണോ? ആ. എന്നാ ഒരു 2-3 അലമാരെങ്കിലും നിനക്ക് പൊക്കിക്കൊണ്ട് വരായിരുന്നില്ലടാ കള്ള പരീക്ഷ. എന്നിട്ട് വേണം കള്ളൻ ഇനാശു അലമാര വീണ് ചത്തുന്ന് പേപ്പറിൽ ഓ, വരാൻ. അത് ശരിയാണല്ലോ. ആശാൻ എന്നെ കൊന്നേ അടങ്ങുമല്ലേ? അയ്യോടാ, അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ലടാ. ഇല്ലേ? എനിക്ക് അറിയല്ലേ ബാബാ? എന്നാ വയ്യേ. ഈ ഒളിച്ചോട്ട കേസും വാണിപ്പ കേസും ഇലക്ഷൻ ഡ്യൂട്ടി നോക്കി നോക്കി പോലീസുകാരുടെ അടപ്പളായി. നമസ്കാരം. 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 ഇതാ സാറിന്റെ പതിവ് കോട്ട, ബിസ്ക്കറ്റും കടലയും. ഇതാ സാറിന്റെ സിഗരറ്റ്. ഇതാ സാറിന്റെ അമ്മച്ചിക്ക് മുറുക്കാൻ. എന്റെ ഈശോയെ, ഈ കമ്മാരൻ ആഴ്ചയിലൊരിക്കൽ വന്ന് ഒപ്പിടുന്നതിന് പകരം ഡെയിലി വന്ന് ഒപ്പിട്ടിരുന്നെങ്കിൽ എത്ര പൊതികൾ കിട്ടിയാലേ. എവിടെന്നെങ്കിലും പൊക്കിയിട്ട് വേണ്ടേ ഇതൊക്കെ ഇവിടെ കൃത്യസമയത്ത്. കമാരു അനിയ പോയി ഒപ്പിട്ട് വാ. കേട്ടാ കൈ. എടാ, അന്തസ്സുള്ളവര് ആഴ്ചയിലൊരിക്കൽ വന്ന് ഒപ്പിട്ട് പോണത് കേട്ടോ. നിനക്കെന്നുകൊണ്ട് ആയിക്കൂടാ. സർക്കാരിന്ന് ശമ്പളവും പറ്റി സാധുക്കളെ ഇടിച്ചു നിരത്താനുള്ള ആലോചനയാണല്ലോ. പഴയ പണിയൊന്നും വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ. ഇല്ല സാർ, ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്. 100% സൽസ്വഭാവി. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ കൂടി വരുന്ന സമയമാണ്. വേണ്ടാത്ത പണിക്ക് വല്ലതും പോയാൽ ഇടിച്ചതിന്റെ പരിപ്പളക്കം മനസ്സിലായോ? ആ, ഒപ്പിട്ടിട്ട് പൊക്കോ. ഹലോ, SI ഹിയർ. എന്താടാ കൊച്ചാപ്പി? എടാ, ഉച്ചയ്ക്ക് കറി എന്താണ് വേണ്ടതെന്ന് ഇപ്പോഴാണോ വിളിച്ചു ചോദിക്കുന്നത്? രാവിലെ നിനക്ക് എന്തായിരുന്നു പണി? ആ, ശരി. ഞാന് കോൺസ്റ്റബിളിന്റെ കയ്യിൽ ഒരു കോഴി വാങ്ങിച്ചു കൊടുത്തു വിടാം. കറിയോ ഫ്രൈയോ എന്താണെന്ന് വെച്ചാ ഉണ്ടാക്ക്. ആ, പിന്നെ അയാളുടെ കയ്യില് ആ TV കൂടെ കൊടുത്തയക്കണം. TV അല്ലടാ, TV റിപ്പയറിങ്ങിന്. ആ, ശരി. ഒപ്പിട്ടില്ലേ? പിന്നെന്താടാ? വിരലടയാളം. ആരാ? ഓ, കോഴിയാണല്ലേ? ആ, TV എടുത്തോണ്ട് പോയിക്കോളൂ. സാർ, എന്താ ഇത്? കോഴി. കോഴിയോ? ഞാൻ വിചാരിച്ചു പുലിയാണെന്ന്. ഇതിനെന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തോ? സാർ, ഞാൻ വീട്ടിൽ ചെന്നപ്പോ കൊച്ചാപ്പി പറഞ്ഞു വേറൊരു കോൺസ്റ്റബിൾ വേറൊരു കോഴിയെ കൊടുത്തിട്ട് സാറിന്റെ TV എടുത്തോണ്ട് പോയത്.
കൊടുക്കണമെന്നല്ലേ സാറ് പറഞ്ഞു. ഞാൻ കൊടുത്തു. ഓഹോ അങ്ങനെയാണല്ലേ. TV മാത്രമാക്കി എന്തിന്? ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും പിറക്കി കൊടുക്കാൻ ഞാൻ എന്താ സാർ നമ്മൾ വീട് മാറാൻ പോവാണോ? വീട് മാറുന്നില്ല, നിന്നെ ഇവിടുന്ന് മാറ്റാൻ പോവുക. അയ്യോ സാർ, ഒരു തവണ കൂടി എന്നോട് ക്ഷമിക്കണം സാർ. ഇനി കോഴിയെ കൊണ്ട് ആര് വന്നാലും ഞാൻ TV കൊടുക്കത്തില്ല. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മരിക്കാൻ നേരത്ത് അച്ഛന് കൊടുത്ത വാക്കിനെ കരുതി മാത്രമാ. ഈശ്വര, എന്റെ TV അടിച്ചോണ്ട് പോയവന്മാരാരായിരുന്നാലും അവന്മാര് വെള്ളം ഇറങ്ങി ചാവില്ല. നല്ല ചൂട് പട്ട, നല്ല ചുട്ട ചിക്കൻ. ഈ ചുട്ട ചിക്കനും പട്ട നല്ല കൂട്ടല്ലേ ആശാനെ? കട്ട മുതൽ വിറ്റ് കിട്ടിയതല്ലേ, തട്ടിക്കോ തട്ടിക്കോ. ആ അതിരിക്കട്ടെ, TV എന്തെല്ലാം കൊടുത്തു? പാതി വിലക്ക് കൊടുത്തു. ഛേ, അത് മോശമായി പോയി. ദാനം കിട്ടിയ പശുവിന്റെ വായിലെ പല്ലെണ്ണരുത്. നീ അങ്ങനെ കൊണ്ട് കടന്ന് ചിന്തിക്കണ്ട. മോശമായി പോയെന്നോ? ആ പറഞ്ഞത് തിരിച്ചെടുത്തു. ആ കേറ്റ് കേറ്റ്. ആശാൻ ഈ ബുദ്ധി നീ ഇല്ലായിരുന്നെങ്കിൽ നിന്റെ ഫാമിലിയും പട്ടിണി കിടന്ന് ചീഞ്ഞേനെ. സത്യം. ആശാൻ ഈ മോഷണം അവിടുന്ന് പഠിച്ചു. ഒരിടത്തുനിന്നും പഠിച്ചതല്ല, പരമ്പരാഗതമായി കിട്ടി. അത് ശരി. എന്റെ അച്ഛൻ കള്ളനായിരുന്നു, അച്ഛന്റെ അച്ഛൻ പെരുങ്കള്ളനായിരുന്നു. പകല് തെങ്ങിക്കയറ്റം, രാത്രി വീട്ടിക്കയറ്റം. ഇടക്കിടക്ക് പോലീസ് സ്റ്റേഷനിൽ കയറും. അവര് മരിക്കുന്നത് വരെ പോലീസിനൊന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല. അതെന്താ ആശാന്? നാട്ടുകാർ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി. അപ്പൊ ഒരു റോബറിംഗ് ഫാമിലി ആയിരുന്നു. പറ്റിയ ആളുടെ അടുത്ത് തന്നെ ഞാൻ വന്ന് പെട്ടത്. ആ. നമ്മളുടെ അവസാനമൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. നീ പറഞ്ഞു പേടിപ്പിക്കടാ ഇതിനാശു. പേടിയാണെങ്കിൽ പഠിക്ക് നിക്കരുത് ആശാനെ. എന്നെ ഏൽപ്പിക്ക്. മോഷണം എന്താണ് ഞാൻ കാണിച്ചടാ പുല്ലേ. നല്ല ഒറിജിനൽ പട്ട അറിയാതെ വായിന്ന് വീണു പോയതാ. മതി, ഇനി വായിന്ന് വീഴണ്ട. ശരിയാ. കള്ളന് കഞ്ഞി വെച്ച തെണ്ടി. സാറ് ഞങ്ങൾ അന്വേഷിച്ചോ? അന്വേഷിച്ചു. ഇന്ന് രണ്ടുപേർക്കും കാര്യമായ ഡ്യൂട്ടി തന്നേക്കാമെന്ന് വെച്ചു. ഇനിയും അട്ടിപ്പറ്റയിലേക്ക് പോണമായിരിക്കും. അത് നാളെ മതി. ഇന്നതല്ല, വിമൻസ് കോളേജിന്റെ മുമ്പിൽ ഭയങ്കര പൂവാല ശല്യം. കളക്ടർ വിളിച്ചു പറഞ്ഞു മിടുക്കന്മാരായ 2 പോലീസുകാരെ അവിടെ നിർത്തണമെന്ന്. ഇവിടെ ഇപ്പൊ മിടുക്കന്മാരായ നിങ്ങൾ രണ്ടുപേരും അല്ലേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ മിടുക്കന്മാരല്ല. ആണ് അല്ല. ആണ്. എങ്കിൽ ഇതുപോലുള്ള തുക്കട ഡ്യൂട്ടി ഞങ്ങൾക്ക് വേണ്ട. അത് തീരുമാനിക്കാനുള്ള അവകാശം തനിക്കല്ല. അങ്ങനെ ഒരു പൂവാല ശല്യം വിമൻസ് കോളേജിന് മുമ്പിൽ ഇല്ലല്ലോ സാർ. ഉണ്ടല്ലോ സാർ. തിങ്കളാഴ്ച 7 പൂവാലന്മാർ അവിടെ ശല്യം ചെയ്തു. ചൊവ്വാഴ്ച 9 പൂവാലന്മാർ, ബുധനാഴ്ച 13, വ്യാഴാഴ്ച 17. ഇങ്ങനെ പോയാൽ 1 മാസത്തിനകം അവിടെ ഒരു പൂവാല സമ്മേളനം തന്നെ നടക്കുന്ന മട്ടുണ്ട്. ഈ പൂവാലന്മാരെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാം സാർ? അവർക്കെല്ലാം തന്റെ മുഖച്ഛായ ആയിരിക്കും. ഇഡിയറ്റ്. പൂവാലന്മാരെ കണ്ടാൽ തിരിച്ചറിഞ്ഞൂടാത്ത താനൊക്കെ എവിടത്തെ പോലീസാണോ? എടോ, പെമ്പിള്ളേരെ ശല്യം ചെയ്യുന്നവരാരോ അവരാണ് പൂവാലന്മാര്. അവരെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് പോരെ. പെമ്പിള്ളേരെ ശല്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവന്മാരെ പിടിച്ചാ മതിയല്ലോ. വേണ്ട, അവർക്ക് ഓരോ ചായയും പഴംപൊരിയും കൂടെ വാങ്ങിച്ചു കൊടുത്ത ശേഷം പിടിച്ചോണ്ട് വന്നാ മതി. തന്റെ തമാശയൊക്കെ സ്റ്റേഷന് വെളി വെച്ച് മതി. പൊക്കോ. പൂവാലന്മാരെ പിടിക്കാൻ പോകുന്നവര് തന്നെ പൂവാലന്മാരായി മാറരുത്. ഓക്കെ, പ്രൊസീഡ്. അതൊക്കെ അയാളുടെ എന്താണ്? ഒന്നും പറഞ്ഞില്ലേ? ഇവിടെ ഒരു പൂവാലിനെയും കാണുന്നില്ലല്ലോ ചായ. അവരോട് പോയി തൂങ്ങിച്ചാവാൻ പറ. ഇത്രയും ചന്തമുള്ള പെമ്പിള്ളേർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ ശ്രദ്ധ ഇവിടെ മാത്രം മതി. പോലീസ് സ്റ്റേഷൻ എന്ന മരുഭൂമിയിൽ നിന്നും ഈ മരുപ്പച്ചയിൽ വന്ന് നിൽക്കുമ്പോ ഒരു കുളിര് തന്നെയാണ് ഭാസ്കര. ഊട്ടി പോലെ. ഇത് ആസ്വദിക്കാനുള്ള ഭാഗ്യം ആ ഭാഗ്യനാഥനില്ലാതെ പോയല്ലോ. ഇനി ഈ ഡ്യൂട്ടിക്ക് നമുക്ക് തന്നെ വരാം, അല്ല ചായ? ഈശ്വര, ചതിച്ചു. എന്താടാ? അവൾ ഈ കോളേജിലാണ് ചേർന്നിരിക്കുന്നത്. ആര്? അഞ്ജു. ഓ, കോള് വരുമ്പോ എല്ലാം കൂടി ഒന്നിച്ചു വരും. താനേ എന്നെ കുറിച്ച് ആലോചിച്ച് ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഈ ഏരിയയിൽ നിന്നേ മാറിത്തരാം. നിങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിന്നിട്ട് ഹൃദയത്തിലെ ഭാരം ഇറക്കി വെക്കുക. അതല്ല ചായ, ഞാൻ അവളോട് എസ് ഐ ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. എന്റെ ഈശോയെ, ഞാനത്ര ആലോചിച്ചില്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒറ്റ വഴിയേ ഉള്ളൂ. നോ 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 നോ. എടോ കോൺസ്റ്റബിൾ, താനൊരു വിഡ്ഢിയാണോടോ, പമ്പര വിഡ്ഢി. യൂണിഫോം ഇടുമ്പോൾ മേലുദ്യോഗസ്ഥനായ, അതായത് എസ് ഐ ആയ ഞാൻ ഒരു സ്റ്റാർ വെക്കാൻ മറന്നുപോയാൽ അത് ഓർമ്മിപ്പിക്കേണ്ട ചുമതല ഒരു കോൺസ്റ്റബിൾ ആയത് എനിക്കില്ലേടോ? ഇല്ല എന്നാ ചോദിച്ചത്. സാർ, ഇത്തരം പമ്പര വിഡ്ഢിത്തം കാണിക്കുന്നത് കൊണ്ടാണ് ഞാൻ എസ് ഐ ആയും താൻ വെറും കോൺസ്റ്റബിൾ ആയും ഇവിടെ കഴിയുന്നത്. മനസ്സിലായോ? അഞ്ജു, എന്താ ഇവിടെ? അച്ഛൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി. ഞാൻ ഈ കോളേജിൽ ചേർന്നു. ഓഹോ, എനിക്കിപ്പോഴും സർക്കിൾ ഇൻസ്പെക്ടറായി പ്രൊമോഷൻ ആയില്ല. എസ് ഐ ആയി തന്നെ കഴിയുന്നു. എന്തൊക്കെയുണ്ട് കോൺസ്റ്റബിൾസ് വിശേഷങ്ങൾ? ഭാസ്കരൻ കോൺസ്റ്റബിളിന്റെ തൊപ്പിയും ലാത്തിയോടെ
ചക്കര ചിരിയൊന്നും വേണ്ട. സുപ്പീരിയർ ഓഫീസറെ കാണുമ്പോ തൊപ്പി വെച്ച് സല്യൂട്ട് ചെയ്യണമെന്ന് അറിയില്ലേ? Come on, I say. SI എന്ന് പറഞ്ഞിട്ട് എസ്ഐയോ? എവനോ? ഈ ഒരൊറ്റ കുഴപ്പം മാത്രമേ ഇവനുള്ളൂ. കഴിഞ്ഞ ആഴ്ച സെന്റ് തെരേസാസിലെ അനുമോൾ വർഗീസിനോട് ഇവൻ പറഞ്ഞത് IG ആണെന്നാണ്. ഡ്യൂട്ടിയിലൊക്കെ മിടുക്കനാണ്. ഞങ്ങൾ പോലീസ് ഓഫീസേഴ്സ് ഇവന്റെ അസുഖത്തിന് പേരിട്ടിരിക്കുന്നത് പഞ്ചാര ബെടായി എന്നാണ്. നീ വെള്ളം കുടിക്കാതെ ചാവടാ ദുഷ്ട. എന്നെക്കാൾ വലിയ ദുഷ്ടനായിരുന്നു എന്റെ അച്ഛൻ. കാല് വഴുതി കിണറ്റി വീണ് ധാരാളം വെള്ളം കുടിച്ചാ ചത്തത്. ആ, അഞ്ചു വരൂ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ. ഇങ്ങോട്ട് നീങ്ങിയിരുന്നോളൂ. അഞ്ജു, അഞ്ജു, എന്താ അഞ്ജു, അഞ്ജു. ആഹാ, സ്നേഹിക്കുന്ന പെണ്ണിനെ സ്വപ്നം കണ്ട് പേടിക്കുന്നവനെ ഞാനിത് ആദ്യമായിട്ട് കാണുക. അഞ്ജു നിന്നെ സ്വപ്നം കണ്ട് പേടിക്കുകയാണെങ്കിൽ അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും. വിധിയെയാണ് അച്ചായ ഞാൻ പേടിക്കുന്നത്. അതാരാ? SI പോസ്റ്റിന് അർഹതയുണ്ടായിട്ടും തലനാരിയുടെ വ്യത്യാസത്തിന് എനിക്ക് ആ പോസ്റ്റ് നഷ്ടപ്പെട്ടു. ഇനി അഞ്ജുവിനെ കൂടി അവൻ സ്വന്തമാക്കിയ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. മരിക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ നാളെ നേരം വെളുത്തതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഇപ്പൊ നീ കിടന്നുറങ്ങി ചെല്ല്. കിടന്നുറങ്ങണ മോനെ. എന്റെ കർത്താവേ, അച്ചായ, പെണ്ണിന്റെ മനസ്സ് പെട്ടെന്ന് കീഴടക്കാനുള്ള കുറുക്ക് വഴിയല്ലോ അച്ചായനറിയോ? ആ, ദിവസവും ഓരോ ആനമുട്ട പുഴുങ്ങി തിന്നാ മതി. മതിയാ? നീ കിടന്നുറങ്ങ മോനെ. ആവശ്യമില്ലാണ്ട് മനുഷ്യൻ. എന്തത്? സാർ, XMP PVC വരുന്നുണ്ട്. മനസ്സിലായി. സ്റ്റേഷനിൽ കിടന്ന് ബഹളം ഉണ്ടാക്കരുതെന്ന് പറയടോ. അത് പറഞ്ഞാൽ ഞാൻ നാളെ പാറശാലയിലെത്തും, ട്രാൻസ്ഫർ ആയിട്ട്. സ്വൈരം തരില്ല. സത്യസന്ധമായിട്ട് ജോലി ചെയ്യാനും സമ്മതിക്കില്ല. സാറെന്താ ഇങ്ങോട്ട്? ഞാനൊന്ന് ഫോൺ കറക്കിയാൽ SI എന്റെ വീട്ടിലേക്ക് വരുമെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ തന്നെ തുല്യമായ പരസ്പര ബഹുമാനം കൊടുക്കലാണല്ലോ. ബഹുമാനം കൊടുക്കുക, വാങ്ങ, കൊടുക്കുക, വാങ്ങ, അതൊക്കെ പോട്ടെ. എനിക്ക് രഹസ്യമായിട്ട് ഒരു കാര്യം SI ആയിട്ട് ചർച്ച ചെയ്യാനുണ്ട്. തിരക്കിലാണോ? അല്ല, തിരക്കിലാണെങ്കിൽ വേണ്ട, ഞാൻ പോയിട്ട് വന്നോളാം. ഇപ്പൊ തിരക്കിലാണോ? അല്ല, തിരക്കിലല്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ SI മഹാമനസ്കനാണെന്ന്? അദ്ദേഹം അദ്ദേഹത്തിന്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എന്നെ സ്വീകരിച്ചു. നിങ്ങൾ കണ്ടില്ലേ? നിർത്ത്. ഇത് പോലീസ് സ്റ്റേഷനാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഒച്ചയും ബഹളം ഇവിടെ പാടില്ല. എല്ലാവരും ഇവിടെ നിന്നാ മതി. ജയ് ഭാരതമാതാ, ജയ് ഭാരതമാതാ. ഞാനാ? ആ, കമ്മാരനോ? ഓ, ഒപ്പിടാമെന്നാണേ. ഞാൻ പലതവണ വീട്ടിൽ വന്നിരുന്നു. രാത്രിയിലോ പകലോ? അയ്യോ, പട്ടാപ്പകല്. സാറിനെ ഒന്ന് കാണാൻ പോലും ശിഷ്യന്മാർ അനുവദിച്ചില്ല. എനിക്ക് തിരക്കൊഴിഞ്ഞിട്ടുള്ള സമയം വേണ്ടടോ. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഞാൻ അസംബ്ലിയിലേക്ക് മത്സരിക്കണോ അതല്ല ലോകസഭയിലേക്ക് മത്സരിക്കണോ എന്ന തീരുമാനം ഇതുവരെ ആയിട്ടില്ല. നേര് പറഞ്ഞ അസംബ്ലിക്ക് മത്സരിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ വിമൽ ബാസു ചാറ്റർജിക്കും ചോട്ടാ സിംഗിനും ഒരേ ഒരു നിർബന്ധം, ഞാൻ ലോകസഭയിൽ തന്നെ മത്സരിക്കണമെന്ന്. അതിരിക്കട്ടെ, താൻ എന്തിനാ ഇപ്പൊ എന്നെ കാണാൻ വന്നത്? ജീവിക്കാൻ വയ്യെന്നായി സാറേ, അതുകൊണ്ട് പാർട്ടി ചേർന്നാ കൊള്ളാമെന്നുണ്ട്. അയ്യോ, എനിക്ക് തന്നെ പോലെ ഒരുപാട് പേര് ഇപ്പൊ തന്നെ പാർട്ടിയിലുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. ഡോ, തന്റെ അച്ഛൻ ചിരട്ട ഗോവിന്ദൻ എന്റെ പുരയിടത്തിലെ തേങ്ങാവെട്ടുകാരനായിരുന്നു. പാർട്ടി മെമ്പർ ആകുന്നവരെ തനിക്ക് ആ അച്ഛന്റെ തൊഴിൽ ചെയ്ത് ജീവിച്ചൂടെ? കാണാരാ? ശരീരമൊക്കെ ചീർത്തു പോയി സാറേ, ഇനിയിപ്പോ തെങ്ങ കയറാൻ പാടാണ്. തീറ്റ കുറയ്ക്കണം, എന്നിട്ട് കയറണം. അങ്ങോട്ട് കയറിയാ മതിയോ? തിരിച്ചിറക്കാൻ സാറ് വരുമോ? എന്നാ താൻ ഒരു കാര്യം ചെയ്യും, തന്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് വിളിച്ചു കൂട്ടി 25 ലക്ഷം പാർട്ടി ഫണ്ടിലേക്ക് ഒന്ന് ഉത്സാഹിക്കും. എന്നിട്ട് നോക്കാം, അതുവരെ ഒപ്പിടും. ഇതാണ് തലവര. വകുപ്പ് 2-1. എനിക്ക് ലോക്കപ്പും ഇയാൾക്ക് ലോകസഭയും. അയ്യോ, ഇതാണ് വർക്കിംഗ് മാപ്പ് അഥവാ ചാർട്ട്. നമ്മൾ ആഗ്രഹിച്ച സുദിനം സമാഗതമായിരിക്കുന്നു. വന്നണഞ്ഞൂന്ന് കിഴങ്ങ്. ഇതാണ് സഹകരണ ബാങ്ക്. ഈ ബ്രാഞ്ചിലേക്ക് ആവശ്യമായ പണം
ഹെഡ് ഓഫീസിൽ നിന്നും വിത്ഡ്രോ ചെയ്യാൻ 2 പേർ പോകും. ഇങ്ങോട്ട് വാടോ. പറയുന്ന മുഴുവൻ കേട്ടേച്ച് പോടോ. ക്ലർക്കും അറ്റൻഡറുമാണ് പോകുന്നതെങ്കിൽ 3 ലക്ഷവും ഒരു ഓഫീസറും അറ്റൻഡറും ആണെങ്കിൽ 5 ലക്ഷം വരെ ഹെഡ് ഓഫീസിൽ നിന്നും വിത്ഡ്രോ ചെയ്യാമെന്നാണ് ബാങ്ക് നിയമം. നീ പിന്തുടരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ ചുവടും കരുതലോടുകൂടി വേണം വെക്കാൻ. അയ്യോ പറ്റിച്ചോ, ഇത് സ്വർണ്ണമല്ല പിത്തളയാ. കള്ള പലിശ. താടി. നീ എന്റെ ശിഷ്യൻ തന്നെയാണടാ മകനെ. ബ്രദറെ ഈനാശോ, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, വിഷമിപ്പിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നിന്റെ ഉണക്ക കാല് പിടിക്കും. ഇനി ഞാൻ നിന്റെ മുഖത്ത് നോക്കി ഒരു സത്യം പറഞ്ഞോട്ടെ. പറ ആശാനെ. ഇത്രയും കാലം ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല നിനക്കൊരു അലങ്കാര വസ്തു മാത്രമാണെന്ന്. ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് നിറയെ ബുദ്ധി മിക്സ് ചെയ്ത തലച്ചോറാണെന്ന്. കാണട്ടെ കാണട്ടെ, തുറക്ക് തുറക്ക്. തല തുറക്കാനോ? അയ്യോ, തട്ടിക്കൊണ്ടുവന്ന പെട്ടി തുറക്കാൻ. പെൻസില്, ചോക്ലേറ്റ്, ഉപ്പുമാ. ഉന്നം പഠിച്ചു പോയ ആശാന്. പോലീസുകാരന് ആളൊരു ചുറ്റിക്കളിക്കാരനാണെന്ന് തോന്നുന്നു. നീ എന്താ ഇവിടെ? ഞാനിപ്പോ ഇവിടെയാ. ഡ്യൂട്ടി ഇല്ലേ? ഓഫാ. ഓഫ് എടുത്ത് പെമ്പിള്ളന്റെ പിറകെ നടക്കുകയാണല്ലേ? അതെ, നിന്റെ ഭരണമൊക്കെ സ്റ്റേഷനിൽ മതി. ഇനി വേണേ സത്യം കേട്ടോ. അഞ്ജുവിനെ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു, അങ്ങനെ വന്നു പറഞ്ഞു. എന്തിന്? കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തൊരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തൊരു സുന്ദരനായ ചെറുപ്പക്കാരനെ കാണാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണെന്ന് അറിയാത്ത നീയൊക്കെ എവിടത്തെ പോലീസാണോ? ഇതൊന്നും ഞാൻ വിശ്വസിക്കാൻ പോണില്ല. വിശ്വസിക്കണ്ട, നിന്റെ പദവിയിലൊന്നും അവള് വീഴില്ല. എന്നോട് അവൾ പറഞ്ഞത് കേൾക്കണോ? Charms attract the eyes, but merit wins the soul. എന്ന് വെച്ചാൽ ഇംഗ്ലീഷാണ്. അർത്ഥം അറിയില്ലെങ്കിൽ പോയി ഡിക്ഷണറി നോക്കണം. ഈ എന്നെ ഓർമ്മയുണ്ടോ? എന്താ ഇങ്ങനെയൊക്കെ ചോദിക്കണേ? ഇല്ല, നീ മറന്നു. പണ്ട് നീ എന്റെ ബാല്യകാല സഖിയായിരുന്നപ്പോ നിനക്കിഷ്ടപ്പെട്ട മാമ്പഴം പറിച്ചു തരാൻ വേണ്ടി മൂവണ്ട മാവിന്റെ മേലെ കയറി കൊമ്പൊടിഞ്ഞ് താഴെ വീണ കഥയോർത്ത് നിനക്ക് പൊട്ടിച്ചിരിക്കാൻ ഇപ്പൊ പറ്റില്ല. തുമ്പിയെ പിടിച്ചെന്നതും മണ്ണപ്പം ചുട്ടുതന്നതും ഒക്കെ നീ മറന്നു. കടമിഴി കോണിൽ കടാക്ഷം ഒളിപ്പിച്ചു വെച്ച് ഇംഗ്ലീഷിൽ നീ അവനോട് എന്താ പറഞ്ഞത്? ഇംഗ്ലീഷിലോ? അതെ, ഇംഗ്ലീഷിൽ. ഒന്ന് ഒളിക്കാൻ നോക്കണ്ട. Charms attract the eyes, but merit wins the soul. എന്താണ് അതിന്റെ അർത്ഥം എന്നറിയോ? അറിയാമോന്ന്? എനിക്കറിയില്ല. ഞാൻ പറഞ്ഞുതരാം. പുറമോടി കണ്ണുകളെ ആകർഷിക്കുന്നു, പക്ഷേ ഗുണമേന്മ ആത്മാവിനെ കീഴടക്കുന്നു. വേടാതിനെ ഇംഗ്ലീഷിൽ കാണാതെ പഠിച്ചു വന്ന് പഠിക്കുന്ന പണിനെ ശല്യം ചെയ്യുന്നോടാ. അമ്മാവൻ ഞാൻ പറഞ്ഞല്ല, അത് പിന്നെ നിന്റെ അച്ഛൻ പറഞ്ഞാണോ? ചത്തു എന്റെ അച്ഛനെ കുറിച്ചൊന്നും പറയാം. ഞാൻ പറഞ്ഞു എടാ, പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു MBBS സീറ്റിന് എത്ര ലക്ഷം ചോദിക്കുന്നറിയോ? അതുണ്ടാക്കാൻ പെടാപ്പാട് പെടുമ്പോഴേ അവന്റെ ഒടുക്കത്തെ ഒരു ഇംഗ്ലീഷ് പ്രേമം. ചോരക്കുഞ്ഞ് പെണ്ണാണെന്ന് അറിഞ്ഞ അന്ന് രാത്രി മുതുമുത്തച്ഛന്മാർക്ക്
അമ്മാവൻ ഒരു കാര്യം മനസ്സിലാക്കണം. 47 കോൺസ്റ്റബിൾമാർ മത്സരിച്ച് സല്യൂട്ട് ചെയ്യുന്ന ഒരു എസ്ഐയോടാണ് അമ്മാവൻ ഇത്തരത്തിൽ ഇൻഡീസെന്റ് ആയിട്ട് പെരുമാറുന്നത്. പോടാ എടാ, നീ എങ്ങനെ എസ് ഐ ആയെന്ന് എനിക്കല്ലേ അറിയൂ. വകുപ്പ് മന്ത്രിക്ക് ഈ കൈ കൊണ്ട് ഞാനല്ലേ കോഴി എണ്ണി കൊടുത്തത്. അമ്മാവനും അധികം ആളാവണ്ട. തെക്കേതിലെ 5.5 ഏക്കർ വിറ്റ് കൈക്കൂലി കൊടുത്തിട്ടല്ലേ മുത്തച്ഛൻ അമ്മാവനെ ഡോക്ടർ ആക്കിയത്. ഇപ്പൊ ഡോക്ടർ രാഘവ് MBBS MS ഗവൺമെന്റ് ചീഫ് സർജൻ. ഇതാര് പറഞ്ഞു? ഞാൻ അറിഞ്ഞു. എങ്കിലൊരു കാര്യം ചെയ്യാം, ഈ കോഴക്കാര്യം നമ്മൾ പരസ്പരം പറയണ്ട. അങ്ങനെ എല്ലാ കാര്യത്തിലും നമുക്കൊരു സഹകരണവും സമാധാന സന്ധിയും ആവാം. ഇതെന്താ ഇവിടെ രണ്ടാളും കൂടെ? ഒന്നുമില്ല അമ്മായി, ഈ കോഴക്കാര്യത്തിൽ കോഴക്കാരിയോ? അല്ല അമ്മായി, ഈ അമ്മാവന് കോഴിക്കട്ട ഭയങ്കര ഇഷ്ടമാണല്ലോ. ഈ നെല്ലിലെ അരിയും തേങ്ങയൊക്കെ നല്ലപോലെ ചേർത്ത് കുഴച്ച് കോഴിക്കട്ട ഉണ്ടാക്കിയാ അമ്മാവൻ വിഴുങ്ങിക്കോളും. ഇല്ലേ അമ്മാവ? ശരി. വിഴുങ്ങും. കണ്ട, എനിക്ക് 2 എണ്ണം എടുത്തോ. ഇതെന്താ ആശാനെ, ഡിസൈൻ ലെറ്ററോ? രാജിക്കത്താണോന്ന്? തലയില്ലാത്ത തന്നോട് ഇത് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. കടിക്കുന്ന പട്ടിക്ക് എന്തിനാ ആശാനെ തല? അയ്യോ, കടിക്കണ്ട. ഈ പട്ടി ഒന്ന് കുരച്ചു കണ്ടാ മതിയായിരുന്നു. എടാ പുല്ലേ, നീ കള്ളന്മാർക്ക് അവമാനമാണടാ. ഇനി ഞാൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയാലേ പറ്റൂ. നീ ഇത് കണ്ടോ? എന്റെ കൂർമ്മ ബുദ്ധിയിൽ വിളഞ്ഞ വിത്താണിത്. എന്നാ പാഴാക്കി കളയാതെ എവിടെയെങ്കിലും കൊണ്ട് വിതച്ചൂടെ? അതേടാ, പറ്റിയ സ്ഥലത്ത് തന്നെ വിതയ്ക്കുകയും ചെയ്യും. താമസിയാതെ ഇതിന്റെ ഫലം നമ്മൾ കൊയ്യും. കൊയ്യാന്നോ? ആ ഞം ഞം ഞം. ആ ഞണ്ണാന്ന്. വായടക്കെ പണിയെടുക്ക്. സുഖേട്ടാ, സുഖേട്ടാ, ഒന്ന് എഴുന്നേറ്റേ. ദേ, ഇത് നോക്കി. എന്താ ഇത് കണ്ടോ? പ്രിയ സുഹൃത്തെ, ഇന്നലെ രാത്രി അനുവാദമില്ലാതെ നിങ്ങളുടെ സ്കൂട്ടർ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നു. അതിന് പ്രത്യുപകാരം എന്നോണം ലക്ഷ്മി തിയേറ്ററിൽ ഹൗസ്ഫുള്ളായി ഓടുന്ന പുതിയ ചിത്രത്തിന്റെ 2 റിസർവേഷൻ ടിക്കറ്റ് ഇതോടൊപ്പം വയ്ക്കുന്നു എന്ന് ക്ഷമാപണത്തോടെ നിങ്ങളുടെ ഒരു കുടുംബ സുഹൃത്ത്. 2 തവണ ടിക്കറ്റ് കിട്ടാതെ മടങ്ങിയതല്ലേ, എനിക്ക് സന്തോഷായി. നമ്മൾ അടുത്തറിയുന്ന ആരോ ഒപ്പിച്ച സൂത്രായത്. ഇനിയിപ്പോ നിന്റെ അനുജനോ മറ്റാവോ? ആരായാലും എന്താ, ടിക്കറ്റ് കയ്യിൽ കിട്ടിയതല്ലേ, ഇന്നത്തെ ഫസ്റ്റ് ഷോ കണ്ടേ പറ്റൂ. ആ, എന്തായാലും നിന്റെ പരാതി തീർന്നല്ലോ. ഓഫീസിൽ നിന്ന് കൃത്യം 5:45 ഞാൻ എത്തും. റെഡിയായി നിന്നേച്ചാ മതി. നിന്നോടുള്ള പക മാത്രമാണ് ആ ഭാഗ്യനാഥ എന്നോട് കാണിക്കുന്നത്. അച്ഛനൊരു കാര്യം ചെയ്യും. എന്താ? കഷ്ടപ്പെടുത്തുന്ന വല്ല ഡ്യൂട്ടിയും പറഞ്ഞ അവന്റെ കരണക്കുറ്റി നോക്കി പൊട്ടിക്കും. അത് ശരി. അപ്പൊ എന്റെ വീട്ടിൽ താമസിച്ചിട്ട് എന്റെ ജോലി കളയിക്കാനുള്ള ഉപദേശമല്ലേ? എങ്ങനെയും അവനെ നിലക്ക് നിർത്തിയേ പറ്റൂ. അച്ഛയ, കുറെ കഞ്ചാവ് കിട്ടിയിരുന്നെങ്കിൽ ഒരു പണി ഒപ്പിക്കാമായിരുന്നു. എന്ത് പണി? കഞ്ചാവ് ഒരു ചാക്കിലാക്കി അവന്റെ വീട്ടിൽ എവിടെയെങ്കിലും ഒളിപ്പിക്കുക, എന്നിട്ട് പോലീസിൽ വിവരം അറിയിക്കുക. മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഭാഗ്യനാഥൻ ഒരു 5 വർഷമെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും. അത് ആവശ്യമാണല്ലോ. നമ്മുടെ ഒന്നും തലക്ക് ഒരു വിലയില്ല അച്ചായ. കാട്ടു കള്ളന്മാരുടെ തലക്ക് കണ്ടില്ലേ 10 ലക്ഷം 50 ലക്ഷം. ശരിയാ. AC തിയേറ്ററിൽ ബാൽക്കണി ടിക്കറ്റ് എടുത്തു കൊടുത്ത് മോഷണം നടത്തുക. അവൻ പഠിച്ച കള്ളനായിരിക്കും. വന്നു. എന്താടോ? ഒപ്പ്. ഞാനൊരു കേസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? ഇത് കഴിഞ്ഞിട്ട് പോരായിരുന്നോ? വേണ്ട. എത്ര പവനാ മോഷണം പോയത്? ഏതാണ്ട് 20 പവനോളം വരും. ക്യാഷ് ആയിട്ട് 10,000 രൂപയും. അഞ്ഞി ദമ്പതികളെ 1.5 പവനും 400 ഉലുവയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഭവനഭേദനത്തിൽ വിദഗ്ധനാണ് അവൻ. ഒരു പക്ഷേ എന്റെ കളർ TV അടിച്ചെടുത്തതും അവനായിരിക്കും. നിങ്ങൾ പേടിക്കണ്ട, ഒരാഴ്ചക്കകം ഞാൻ അവനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കും. അല്ല കമ്മാരാ, ഈ സംഘത്തെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും വിവരമുണ്ടോ? അയ്യോ, മോഷണ കല വിട്ടേ പിന്നെ ഇപ്പൊ ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ലേ. ഇപ്പൊ പൂജ, ക്ഷേത്ര ദർശനം, ഭജന, ഭക്തി മാർഗമാണേ. അതേതായാലും നന്നായി. പക്ഷെ നിന്റെ ഈ ഭക്തി ലൈനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായാലുണ്ടല്ലോ, ഇടിച്ചിന്റെ പരിപ്പിളക്കും. പരിപ്പിളക്കരുത്. പരിപ്പിനൊക്കെ ഭയങ്കര വിലയാ. നിങ്ങൾ പൊക്കോളൂ കേട്ടോ. ശരി സാർ. എന്താണ് ആശാനെ പാത്തും പതിക്ക് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായല്ല. ചില കള്ളന്മാരെ പോലെ എന്നെ ടെൻഷൻ അടിപ്പിക്കാതെ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് പറ. ഈ പവർ കട്ട് നമ്മളെ പോലുള്ള ഭയങ്കര അനുഗ്രഹമാണ്. അതറിഞ്ഞുകൊണ്ട് ആമ്പിള്ളേർ അതിന്റെ ദൈർഘ്യവും കൂട്ടി തന്നിട്ടുണ്ട്. എന്തൊരു കൃത്യനിഷ്ഠത! കൃത്യസമയത്ത് പോകുന്നു, കൃത്യസമയത്ത് വരുന്നു. ആ ഗ്യാപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. പക്ഷെ ഇന്ന് അങ്ങനല്ല. നമ്മുടെ തൊഴിൽ ചെയ്യുന്ന മറ്റുള്ളവരിൽ നിന്നും ഞാനിവിടെ വ്യത്യസ്തനാവുകയാണ്. അതായത് ആശാന്റെ പിലോപ്പസി വേറെയാണെന്ന് അർത്ഥം.
ഫിലോപ്പസി അല്ലടാ ഫിലോചപ്പി. ഇന്നത്തെ ജോലിക്ക് വെളിച്ചം വേണം. വെളിച്ചത്ത് മോട്ടിക്കാനോ? ആശാന്റെ തലക്ക് വട്ടുണ്ടോ? വട്ട നിന്റെ അപ്പന്. നീ അത് കണ്ടോടാ? ജെനിമിനേറ്റർ അല്ലേ? ജനറേറ്റർ. പവർ കട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പാവം കുന്ത്രാണ്ടത്തിന്റെ ആവശ്യം ആർക്കുമില്ല. സർക്കാർ ആശുപത്രിയിലെ വരാന്തകളിൽ ആരും നോക്കാനില്ലാത്ത രോഗികൾ കിടക്കുന്ന ഇത് അവിടെ കിടക്കും. അവരെ നോക്കാനെങ്കിലും ആരെങ്കിലും വേണ്ടടാ. പിന്നെ വെളിച്ചമേ നയിച്ചാലും കറണ്ട് വന്ന് നമുക്ക് നീ ആളകത്താക്കി അടങ്ങൂലടാ. നീ പോയാ ജോർജിന്റെ ബാക്ക് എഞ്ചിൻ ഓട്ടോ വിളിച്ചോണ്ട് വാ. ഓ പ്രിയപ്പെട്ട നാട്ടുകാരെ, നാളെ വൈകുന്നേരം നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മഹാസമ്മേളനത്തിൽ നമ്മുടെ പ്രിയങ്കരനായ നേതാവും XMP-യുമായ PVC-യിൽ നിന്നും പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് വിമൽ ബാസു ചാറ്റർജി 25 ലക്ഷം ഫണ്ട് ഏറ്റുവാങ്ങുന്നതാണ്. പ്രസ്തുത സമ്മേളനത്തിൽ പാർട്ടിയുടെ നാളെ മെയിൻ റോഡ് എല്ലാം ബ്ലോക്ക് ആയിരിക്കും അല്ലേ ആശാനെ? സമ്മേളന നഗരിയിലേക്ക് ആശാൻ എന്താ ആലോചിക്കുന്നത്? ബ്ലോക്ക് ആവുന്നതിനെ കുറിച്ചാണോ? സമ്മേളനം നാളെ. അപ്പൊ 25 ലക്ഷം രൂപയുടെ പച്ച നോട്ടുകൾ ഇന്ന് നേതാവിന്റെ വീട്ടിൽ കാണും. നാളെ അത് ഏതെങ്കിലും ബാങ്കിൽ ചൂട് ഡ്രാഫ്റ്റ് ആയിട്ട് മാറി വൈകുന്നേരം ചാറ്റർജി വിഴുങ്ങുന്നതിന് മുമ്പ് നമുക്കത് പൊക്കാം. അതിനെന്താ, ഇപ്പൊ തന്നെ പൊക്കാലോ. അതിനിവിടെ ആൾക്കാരുണ്ടോ? അതിനെ പറ്റി അന്തരീക്ഷം വേണമെന്നൊക്കെ അറിയണ്ടടാ കിഴങ്ങോ. ഓ അത് ശരിയാണല്ലോ. ആ. അല്ല ആശാനെ, ഞാൻ ആ ഗസ്റ്റ് ഹൗസിന്റെ അവിടെ കിടന്ന് കറങ്ങുമ്പോ ആ നേതാവും പെപ്പർ നോത്തി അവിടെ നിക്കണേ കണ്ടല്ലേ? കേന്ദ്രത്തിൽ നിന്ന് വരുന്ന മന്ത്രിയെ സൽക്കരിക്കാനും മണിയടിക്കാനുമാണ്. അല്ല, അവരവിടെ ഉണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പാണോ? എന്റെ പൊന്നാശാനെ, ഒരാഴ്ചയായിട്ട് അവരോട് തമ്പടിച്ചേക്കല്ലേ. എന്നാ ഇതാണ് പറ്റിയ അവസരം. ഇന്ന് രാത്രി നമ്മൾ നേതാവിന്റെ മതിൽ ആടുന്നു. അപ്പൊ ഇന്ന് പ്ലാൻ ചെയ്ത ദുബായ്ക്കാന്റെ വീട് അതങ്ങ് ക്യാൻസൽ ചെയ്യടേ. അയ്യോ ആശാനെ, നേതാവിന്റെ വീട്ടിലൊരു പട്ടിയുണ്ട്. പട്ടിയെ പാട്ടിലാക്കാൻ ഒരു ചെപ്പടി വിദ്യയുണ്ട്. രാത്രി ആവട്ടെ. അലുവ. ഗ്രഹണി പിടിച്ച പിള്ളേരെ ചക്കക്കൂട്ടാൻ കണ്ടതുപോലെ അലുവ കണ്ട് വാപൊളിച്ച് നിൽക്കാതെ ഇതെന്തിനാണെന്ന് ചോദിക്കടാ കിഴങ്ങ. എനിക്കറിയാം ആശാനെ, നേതാവിന്റെ വീട്ടിൽ കയറി 25 ലക്ഷം മോട്ടിച്ചോണ്ടിരിക്കുമ്പോ വിശപ്പ് വന്നാ തിന്നാനല്ലേ ഞാൻ ഊഹിച്ചു. എടാ വഴക്കി കൊള്ളാത്തവനെ, ഇത് സാധാരണ അലുവ അല്ല. ഇതില് ചക്ക ഇരക്ക് ചേർത്തിട്ടുണ്ട്. പട്ടി കടിക്കാൻ വരുമ്പോ ഇതിൽ ഓരോന്ന് എറിഞ്ഞു കൊടുക്കും. ആർത്തി കൊണ്ട് പട്ടി തിന്നുമ്പോ അരക്കുകൊണ്ട് മേൽത്താടിയും കീഴ്ത്താടിയും തമ്മിൽ ഒട്ടും. അങ്ങനെ ഒട്ടിയ പട്ടിയെ പിന്നെ എന്തിനു കൊള്ളാം? ഒട്ടിയ പട്ടിക്ക് പിന്നെ കടിക്കാനോ കുറക്കാനോ പറ്റുമോ? ആശാൻ ഒരു ജീനിയസ് തന്നെ. നീ കൂടുതൽ വർത്താനം പറയണ്ട, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നീ നോയിക്കോ. വാ വാ, ഞാൻ എങ്ങനെ നീ നോക്കിയോ? പ്ലാൻ സക്സസ്. സത്യം, പല്ലി ചലച്ചു. പല്ലി ചലച്ചല്ലടാ, ഞാൻ പട്ടി വിളിച്ചതാ. മ്യൂസിക് വേണ്ട. ആ വേണ്ട ആശാനെ, 2 എണ്ണം തിന്നിട്ടും വാ ഒട്ടുന്നില്ലല്ലോ. അലുവ മാറിപ്പോയോടെ. ഞാനൊന്നും തിന്ന് നോക്കിയാൽ വേണ്ട, ഒട്ടിപ്പോവും. അതിപ്പോ കണ്ടല്ലോ. ആശാന്റെ ബുദ്ധി പാളിപ്പോയി. അല്ലേലും കുറെ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതലാ. ഇപ്പോഴെങ്കിലും മനസ്സിലാക്ക ആശാനെ, അടി തെറ്റി ആശാനും വീഴും. ഇത് അടി തെറ്റിക്കൊണ്ടൊന്നും അല്ല. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാൻ എന്റെ പതിവ് കോട്ട എടുത്തില്ല. തോട്ടയല്ലടാ, കോട്ട. ബുദ്ധി വേറെയും ഉണ്ട്. പക്ഷെ 2 എണ്ണം വീശിയാലേ നടക്കും. ആദ്യം നമ്മൾ പട്ടിയെ പൊക്കുന്നു. അപ്പൊ പെട്ടിയോ? അതിനുശേഷം പെട്ടി ഞാൻ പൊക്കുന്നു. അതെങ്ങനെ ആശാൻ? അതിനൊരു പുതിയ നമ്പർ ഉണ്ട്. ഇനി ഏത് നമ്പറാണാവോ? നീ വാ. നിന്നെ ആരോ വെടിവെച്ചു. സർക്കിൾ, DYSP, SP എല്ലാവരും ഉണ്ടായിരുന്നു കോൺഫറൻസിൽ. നിങ്ങളെ 2 പേരെയും സസ്പെൻഡ് ചെയ്യരുതെന്ന് ഞാൻ അങ്ങേറ്റം വാദിച്ചു നോക്കി. പക്ഷെ അവർ ഒരു ദയയും കാണിച്ചില്ല. എനിക്ക് സങ്കടമുണ്ട്. നിങ്ങളെ 2 പേരെയും സസ്പെൻഡ് ചെയ്തതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. മാത്യു ജോസഫ്.
KV ഭാസ്കരൻ. എന്ത് ചെയ്യാം? പിടിവിട്ട കള്ളനെ പിടികിട്ടും വരെ നിങ്ങൾക്ക് ജോലിയില്ല, ശമ്പളവും ഇല്ല. ഞങ്ങളെ സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ സാർ ഒരുപാട് വാദിച്ചെന്ന് പറഞ്ഞല്ലോ. അതെ. എതിരായ തീരുമാനം എടുത്തപ്പോ അന്തസ്സോടെ കോൺഫറൻസിൽ നിന്ന് ഇറങ്ങി പോരാത്തതെന്ത്? അങ്ങനെ സ്വന്തം അഭിപ്രായം വിലപ്പോകാതെ വരുമ്പോ ഇറങ്ങിപ്പോരാൻ ഇതെന്താ കേരള ഫിലിം അവാർഡ് കമ്മിറ്റിയോ? പിന്നെ കള്ളനെ പിടിയിട്ടില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഡിസ്മിസല. എന്റെ പേടി അതല്ല. ഈ അവസ്ഥയിൽ അഞ്ജു തന്നെ പൂർണ്ണമായും പുറന്തള്ളുമോന്ന. അച്ചായ, ഒരു മിനിറ്റ്, എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്. എന്താ? അപ്പോ അഞ്ജുവിന് എന്നോടൊരു ചായ്വ് ഉണ്ടായിരുന്നു എന്ന് തനിക്ക് തോന്നിയിരുന്നു അല്ലേ? എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ ധൈര്യമായി. എന്നാ കേട്ടോളൂ, കുരികേശ് മാത്യു പ്രിൻസിപ്പൾ ആയിട്ടുള്ള പോലീസ് ട്രെയിനിങ് കോളേജിൽ തന്നെയാണ് KV ഭാസ്കരനും ട്രെയിനിങ് എടുത്തത്. ഇന്ന് തൊട്ട് 90 ദിവസത്തിനകം നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചെടുക്കും. അഞ്ജുവിന്റെ കഴുത്തിൽ താലിയും കിട്ടും. ആണോ? അതേടാ. എങ്കിൽ ആ 90-ാം ദിവസം ഈ VC ഭാഗ്യനാഥൻ പാതി മീശ വടിച്ചു കളയും. ഇത് സത്യം, സത്യം. കാണാം, കാണാം. ഒരു ഗവൺമെന്റ് എംപ്ലോയി എന്നുള്ള പരിഗണനയിലാണ് അന്നാമനെ പോറ്റുന്നതും തങ്കഭസ്മം തന്ന് ചോപ്പിക്കുന്നതും. ഇനിയിപ്പോ അവള് ക്രിസ്മസ് വെക്കേഷന് വരുമ്പോ ഈശോയെ എന്റെ ഒരു ഗതി. കിട്ടാത്ത പെണ്ണിന് വേണ്ടി കിട്ടിയ കള്ളനെ കൈവിട്ട മഹാഭാവി എന്റെ വേളാങ്കണ്ണി മാതാവേ, അന്നാമ വരുന്നതിന് മുമ്പ് നീ ആ പെരുങ്കള്ളനെ എനിക്ക് തിരിച്ചു തന്നാൽ എന്റെ അന്നാമയുടെ രൂപത്തിൽ സ്വർണം കൊണ്ട് തീർത്തൊരു ആൾ രൂപം നിന്റെ തിരുമുമ്പിൽ വെച്ചേക്കാവേ. എടിയേ, നേരത്തെ സമയം ആകുമ്പോഴേക്കും നീ ഒന്ന് മെലിഞ്ഞു തരണേ, അല്ലെങ്കിൽ ഞാൻ കുഴയും. എത്ര കിലോ വേണ്ടി വരുമോ എന്റെ മാതാവ്? എവിടെ പോകുന്നു? ഞാൻ ഗൾഫിൽ പോവാ. വരുന്നുണ്ടോ? എടോ, കള്ളനെ പിടിക്കാൻ. കള്ളനെ പിടിക്കാൻ? ആ, കള്ളന്റെ മേൽവിലാസം ഉണ്ടോ കയ്യിൽ? എന്തേ? പിന്നെ എങ്ങനെ കള്ളനെ പിടിക്കുന്നത്? നട്ടപ്പാതിരക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യൻ. അല്ല, പട്ടാപ്പകല് കള്ളൻ നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുമല്ലേ? എങ്കിൽ ചെല്ലു. ആ, ഗുഡ് നൈറ്റ്. എടാ ഭാഗ്യനാഥ. ആരാത്? ഞാൻ തന്നെയാടാ. വാടാ വാടാ ഭാഗ്യനാഥ. രണഭൂമിയിൽ ചെന്നേൻ, അമ്പെടുത്തേൻ, വില്ലെടുത്തേൻ, തൊടുത്തേൻ. കൺമതിൽ എങ്ങുമേ ശത്രുവിൻ നിഴൽ പോലും. തൃക്കൺ തുറന്നു പാർത്തപ്പോൾ അറിയുന്നു, ഓർ തുടങ്ങും മുമ്പേ ശിരസറ്റ് വീണിതല്ലോ പ്രതിനായകൻ വങ്കൻ ഭാഗ്യനാഥൻ. ഭാസ്കര, തനിക്ക് എന്തു പറ്റി? യുദ്ധം തുടങ്ങും മുമ്പേ ജയിച്ചു കഴിഞ്ഞവനാടാ ഞാൻ. ഏത് യുദ്ധം? രണഭൂമിയിൽ ചെന്നേൻ, അമ്പെടുത്തേൻ, വില്ലെടുത്തേൻ, തൊടുത്തേൻ. ഭാസ്കര, ജോലി പോയെന്ന് കരുതി താൻ വിഷമിക്കണ്ട. ഐജിയോട് പറഞ്ഞ് നാളെ തന്നെ ജോലി തിരിച്ചെടുക്കാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. അകൃതി കണ്ടാലതിരംഭേയം, ആരാലിവൾ തന്നധരം പേയം, എന്നാൽ അഞ്ജുവിനധരം പേയം. മനസ്സിലായോടാ കഴുതേ? കാണാം നമുക്ക്, കാണാം 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 നമുക്ക്, കാണാം കാണാം നമുക്ക്, കാണാം. ഈശ്വര, ഇവനത് എന്ത് പറ്റി? ഹലോ, എന്താണ് സാർ? അച്ചായൻ ഭാസ്കരനെ സ്വന്തം അനിയനെ പോലെയല്ലേ കരുതിയിരിക്കുന്നത്? അതെ സാർ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ മറ്റാരും അറിയാൻ പാടില്ല. ജോലി പോയത് ഇത്രയധികം മാനസിക പ്രശ്നങ്ങൾ അവൻ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അച്ചായ, ഭാസ്കരന് വട്ടായി. ഭ്രാന്ത്. ഭ്രാന്തോ? ഭാസ്കരനോ? അല്ല, ഭാസ്കരനോ? അതെ ചായ. ഇവിടെ വന്ന് എന്റെ അടുത്തും കൊച്ചാപ്പിയുടെ അടുത്തും തെലുങ്കിലും സംസ്കൃതത്തിലും കുറെ ശ്ലോകങ്ങൾ പാടി. അക്രമവാസന തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു ചെറിയ സംശയം. ഇന്ന് തന്നെ കീഴാശ്ശേരി മനയിൽ പോയി നെല്ലിക്ക തളത്തിനുള്ള ഏർപ്പാട് അച്ചായൻ ചെയ്യണം. ശരി സാർ. അച്ചായ, ഈ കത്തിയൊക്കെ വഴി കൊണ്ടിട്ടത്. അച്ചായ, അച്ചായ, ഇനി എനിക്കൊന്നും പേടിക്കാനില്ല അച്ചായ. അയ്യോ, അച്ചായ, 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 ഇതെടുത്തോ. മതി. മതിയാ? ആ, പാപ്പോ. അയ്യോ, ഒളിച്ചോ ഒളിച്ചോ.
ഒരു ഷോപ്പിംഗ്. എന്തോ ഷോപ്പിംഗ്? ചിപ്സ് ചിപ്സ്. ചിപ്സോ? എന്റെ കണ്ണുപോയി. നമ്മളൊക്കെ ക്രിസ്ത്യാനികളെ എന്നിട്ട് ഓടിക്കില്ല. അയ്യോ എവിടെ നോക്കിട്ടാണ് ഓടുന്നത്? ഭീകരൻ. ഒക്കെ മനസ്സിലുണ്ട്. തനിച്ചിരുന്ന് വായിക്കാണോ? ആരാ മോളെ? ഒരു കൂട്ടുകാരിയാ മമ്മി. മമ്മിയാ? പോയി. ഇല്ല ഇല്ല, വിവാദം വന്നപ്പോ പുറത്തിറങ്ങാൻ മടിയായല്ലേ? പുറത്തിറങ്ങാത്തത് മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ചെറുതായിട്ട് കാല് തെറ്റിന്ന് വീണേ. ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ മുറിവോ തലക്ക് കെട്ടോ അങ്ങനെ ഒന്നുമില്ല. വീണതിന് ശേഷം ചെറിയൊരു ജലദോഷം, അത്രേ ഉള്ളൂ. പിന്നെന്തൊക്കെയാ? ഭാസ്കരോ, ഞാൻ ഭീകരനെ കണ്ടു. ഭീകരനോ? ഏത് ഭീകരൻ? 50 ലക്ഷം വിലയുള്ള ഭീകരൻ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞത് സത്യമാണ്. കാരണത്ത് അയാൾ സാധാരണക്കാരനെ പോലെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു നിമിഷം ശ്വാസം കിട്ടിയില്ല, എന്റെ കണ്ണു തള്ളിപ്പോയി. ചുമ്മാ അച്ചായ, 50 ലക്ഷം വിലയുള്ള തലയും വെച്ചോണ്ട് അച്ചായന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ ഭീകരന് വട്ടായിരിക്കണം. എന്റെ മുമ്പിൽ നിൽക്കുന്ന നീ ഭാസ്കരൻ തന്നെയാണോ? ആണെങ്കിൽ എന്നാ ഞാൻ കണ്ടത് ഭീകരനെ തന്നെയാണ്. ഇതിനിടയിൽ കയ്യിൽ കിട്ടിയ ഈരാജ് പിന്നെയും പിടിവിട്ടു. അവന്റെ തുണിയായത്. അച്ചായൻ ഈടെയായിട്ട് കാര്യമായെന്തോ താറാറുണ്ട് കേട്ടോ. അല്ലേ പിന്നെ ആ ഭാഗ്യനാഥൻ എനിക്ക് വട്ടാണെന്ന് പറഞ്ഞപ്പോ അത് വിശ്വസിച്ച് എന്നെ ഈ പരുവത്തിലാക്കോ? അത് ഇതുപോലല്ല, ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം. യെസ്, സബ് ഇൻസ്പെക്ടർ ഭാഗ്യനാഥൻ ഹിയർ. ഭീകരനോ? എവിടെ? നിങ്ങളാരാ? ഹലോ ഹലോ, ഈ വിവരം നിങ്ങൾ വളരെ രഹസ്യമായി സൂക്ഷിക്കണം. എത്രയും പെട്ടെന്ന് പോലീസ് സന്നാഹങ്ങളുമായി ഞാൻ അവിടെ എത്തിക്കൊള്ളാം. ഓക്കെ? റൈറ്റ്. എന്ത് ഭീകരനോ? അതെ, ഗാന്ധിനഗറിലെ ഒരു ഒഴിഞ്ഞ വീട്ടിൽ ഭീകരൻ ഒളിച്ചിരിപ്പുണ്ടെന്ന് അജ്ഞാതന്റെ ഫോൺ കോൾ. ഭാഗ്യദേവത ഈ ഭാഗ്യനാഥനെ അനുഗ്രഹിച്ചിരിക്കുന്നു. പദവിയും പണവും നമ്മളെ തേടിയെത്താൻ പോകുന്നതാ കൊച്ചപ്പി. ധീരനും നാടിന്റെ രോമാഞ്ചവുമായ എസ്.ഐ. ഭാഗ്യനാഥൻ നാടകീയമായ ഒരു ഏറ്റുമുട്ടലിലൂടെ സന്തോഷം അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ രാജ്യത്തിന് ഭീഷണിയായ ഈ ഭീകരനെ അറസ്റ്റ് ചെയ്ത എസ്.ഐ. ഭാഗ്യനാഥന് അഭിനന്ദനങ്ങൾ. ഓ, 50 ലക്ഷം പേരിൽ മാത്രമല്ല, ജീവിതത്തിൽ നീ ഭാഗ്യവാനായല്ലോ എന്റെ ഭാഗ്യനാഥ മരുമകനെ. എന്താ വണ്ടി തന്നെ ഇരിക്കുന്നേ? അകത്തേക്ക് വാ മോനെ. ഉപചാരങ്ങളൊന്നും ഇപ്പൊ വേണ്ട. അയ്യോ, നിന്റെ മുറപ്പണിന്റെ വീട്ടിൽ എന്ത് ഉപചാരം? ഭാഗ്യേട്ടൻ ഭീകരനെ പിടിച്ചോന്ന് കേട്ടപ്പോൾ എന്ത് സന്തോഷമായിരുന്നു എന്റെ മോക്ക്, അല്ലേ ചന്ദ്രമതി? പണവും പ്രതാപവും വന്നപ്പോ അമ്മാവന്റെ മുന്നിൽ ഭാഗ്യനാഥൻ യോഗ്യനായി അല്ലേ? ചത്തു ചീർത്ത പോത്തിന്റേത് പോലത്തെ ഈ മോന്ത നോക്കി ഇനിയെങ്കിലും ഒരു നഗ്ന സത്യം നിർവചിക്കട്ടെ. നായയുടെ വർഗവിരോധം, ചെന്നായുടെ ക്രൗര്യം, ലക്ഷമെന്ന് കേൾക്കുമ്പോൾ കഴുകന്റെ ആർത്തി, എല്ലാം ചേർന്നൊരു സത്വം. അതാണ് എന്റെ അമ്മാവൻ. ഭാഗ്യനാഥ, ശബ്ദിക്കരുത്. ഒന്നും ഞാൻ മറന്നിട്ടില്ല. ഇങ്ങനെ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ചോരക്കുഞ്ഞു പെണ്ണാണെന്നറിഞ്ഞ അന്ന് രാത്രി മുതുമുത്തച്ഛന്മാര് പറഞ്ഞ വാക്ക് നീ മറന്നു ഭാഗ്യനാഥ? ഇല്ല, അത് മാത്രം എനിക്ക് മറക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കണ്ടീഷൻ, അഞ്ജുവിന്റെ കാര്യത്തിൽ ഇനി നിങ്ങളുടെ ഔദാര്യം എനിക്ക് ആവശ്യമില്ല. അച്ഛനെയും അമ്മയെയും ധിക്കരിച്ച് അഞ്ജു ഇപ്പോ ഈ നിമിഷം എന്റെ കൂടെ ഇറങ്ങി വരണം. എന്തിനാ ധിക്കരിക്കുന്നേ? ഞങ്ങളായിട്ട് എന്നെ അനുഗ്രഹിച്ചയക്കാലോ. വേണ്ട, ഇവൾ നിങ്ങളെ ധിക്കരിച്ചിറങ്ങി വരണം. അഞ്ജുവിന് വേണ്ടി 5 വരെ ഞാൻ എണ്ണും. അതിനുള്ളിൽ ഈ കരം ഗ്രഹിച്ചാൽ അഞ്ജു ഭാഗ്യനാഥന്റെ ഭാര്യയാവും. നാണാവുന്നുണ്ടല്ലേ? കുഴപ്പമില്ല, ഞാൻ കണ്ണടച്ചേക്കാം. 1 2 3 4 5
ഞാൻ എവിടെ വേണമെങ്കിലും വരാം, ആര് വേണമെങ്കിലും ധിക്കരിക്കാം. കൊച്ചപ്പി, ഞാൻ ഭീകരനെ പിടിച്ചെന്നൊരു സ്വപ്നം. മനസ്സിലായി മനസ്സിലായി, സാറിന്റെ മറ്റേ ലയനെ. ഭീകരൻ ഭീകരനോ? പിടിക്കാവൻ. मैं वादा करता हूं, हम तुम्हारा कुछ भी नहीं करेगा. सीधे सामने आ जाओ, हमारे हवाले कर दो, वरना तुम्हें हम जिंदा नहीं ഭീകരനെ ഞാൻ തന്നെ പിടിക്കും. 50 ലക്ഷവും വീരചക്രവും ഞാൻ വാങ്ങിക്കും. उसके अंदर हमारे सामने നിങ്ങൾ ആരും ഭയപ്പെടരുത്. എടാ ഭീകര, നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു. ഭീകര, തോക്കു ചൂണ്ടി വിരട്ടുന്നത് ഭീരുത്വമാണ്. ധൈര്യമുണ്ടെങ്കിൽ തോക്കില്ലാതെ വാടാ, ഞാൻ റെഡി. നിന്റെ ക്യാക്യൊന്നും എന്റെ അടുത്ത് വേണ്ട. അടുക്കരുത്, എന്റെ സമനില തെറ്റിക്കരുത്, അടുക്കരുത്. അയ്യോ, 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 sorry, എന്റെ രക്തം, ഏയ്, അയ്യോ, अच्छी तरफ से सुन लो, सब लोग अपने बंदूक फेंक दो, नहीं तो इस बेचारे को मार डालूंगा. फेंक दो, फेंक दो. मैं 3 तक गिन लूंगा, उसके अंदर बंदी की नीचे होना चाहिए, नहीं तो इस कील को मार डालूंगा. Drop your guns. चुप रहो. हट जा, हट जा, रास्ता से हट जा. हट जा. रुक जा. Get him! Fast! Come on, fast! അയാൾ കുനിയുന്നു. അതുകൊണ്ട് ബെൽറ്റ് പോകുമ്പോണ്ടാവും. അയ്യോ, Laying position! Get up! അങ്ങനെ ബോംബ് പൊട്ടി ചാവണമെങ്കിൽ ചാവട്ടോ. അല്ല, रुक जाओ, हम फायर करेगा, हम बोला रुक जाओ. Come on, come on. Stop. ഈ വീട് ചുറ്റി വളയൂ. എന്താ അറിയില്ല. നേരാണോ ചായ? ഭീകരനാണോ അത്? അതേടാ, ഈ ഭീകരനെ തന്നെയാണ് ഞാൻ കണ്ടത്. ഇവനെങ്ങനെ ഇവിടെ എത്തി? നമ്മളെ കൊല്ലാനായിരിക്കും. ഭഗവാനെ, കർത്താവേ. हिंद्रन बिल्ला, बाहर आकर सरेंडर हो जाओ, वरना इस पूरे घर को जलाकर राख कर दूंगा, समझे? हम आखिरी बार कहता है, सरेंडर करो.
कभी भी अपने आप को पुलिस का हवाला नहीं करूंगा। उससे भी अच्छा मरना है, मरना है। എന്താ സംഭവിച്ചത്? ആത്മഹത്യ. സൈനൈഡ് ആവണം, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ചാവൂല. ചത്തു ഭാസ്കര, ചത്തു? ഇല്ല, ചത്തില്ല. നമ്മൾ ഇവനെ കൊന്നു. എന്ത്? ഈ കിടക്കുന്നത് 50 ലക്ഷം രൂപയാണ് ചായ. ഇവൻ സൈനൈഡ് കഴിച്ചില്ല. ഒരു സംഘടനത്തിലൂടെ നമ്മൾ ഇവനെ കൊന്നു. പൊക്ക് പൊക്ക്. ഇനി വേണ്ടത് സംഘടനത്തിന്റെ ഒച്ചയും ബഹളവും. അച്ചായൻ താങ്ങിക്കോ, ഞാൻ ഇടിക്കാം. Let's move, sir. No, just wait. കൊന്നു, ഭീകരനെ ഞങ്ങൾ കൊന്നു. അതെ, കൊന്നു, ഞങ്ങൾ കൊന്നു. ഭീകരമായ ഒരു ഏറ്റുമുട്ടലിലൂടെ ഭീകരനെ ഞങ്ങൾ കൊന്നു. ജീവനോടെ പിടിക്കാൻ ഞങ്ങൾ ശ്രമിച്ചതാണ്, സാധിച്ചില്ല. ഞങ്ങളോട് ക്ഷമിക്കൂ. പോയി 50 ലക്ഷവും പ്രൊമോഷനും പോയി. ഇറ്റ് ഈസ് ഗ്രേറ്റ് മൈ ബോയ്സ്, റിയലി ഗ്രേറ്റ്. നിങ്ങൾ കേരളത്തിന്റെ മാനം കാത്തു, ഇന്ത്യയുടെ മാനം കാത്തു. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് പ്രൗഡ് ഓഫ് യു. വി ആർ പ്രൗഡ് ഓഫ് അവർ ഡിപ്പാർട്ട്മെന്റ്. ഒരു പൊരിഞ്ഞ സംഘടനത്തിലൂടെയാണ് ഭീകരനെ ഞങ്ങൾ കീഴടക്കിയത്. അതെ, ലോകത്തിലെ മിക്ക അഭ്യാസമുറകളും പഠിച്ചവനാണ് ഭീകരനെന്ന് ഒരു സംശയവുമില്ല. ഒടുവിൽ ഞങ്ങളുടെ വടക്കൻ മുറയിലുള്ള കളരി അഭ്യാസത്തിലൂടെ അവനെ കീഴടക്കുകയായിരുന്നു. റിവാർഡ് തുകയായ 50 ലക്ഷം രൂപ കിട്ടിയാൽ നിങ്ങൾ അത് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു? ഏതെങ്കിലും അനാഥ മന്ദിരത്തിന് സംഭാവന ചെയ്യും. ഉവ്വ്, അച്ചായന്റെ വീതമായ 25 ലക്ഷം രൂപ അനാഥ മന്ദിരത്തിന് സംഭാവന ചെയ്യും. എന്റെ വീതം എന്റെ കയ്യിൽ തന്നെ കാണും. ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇല്ല. മേലുദ്യോഗസ്ഥന്മാരുടെ ചവിട്ടിത്താഴ്ത്തലുകളിലും പീഡനങ്ങളിലും മനംനൊന്ത് കഴിയുന്ന സാധാരണക്കാരായ പോലീസുകാർക്ക് വേണ്ടി ഒരു തുക ചെലവാക്കും. ദൂരദർശൻ പ്രേക്ഷകർക്ക് എന്തെങ്കിലും സന്ദേശം? സ്നേഹമാണ് വലുത്, SI പോസ്റ്റ് അല്ല. വിവാഹം ഇതിന്റെ പേരിൽ ഒരു വിവാഹം കൂടി കഴിക്കാൻ എന്തായാലും എനിക്ക് ഉദ്ദേശമില്ല. കാരണം ഞാൻ ആൾറെഡി വിവാഹിതനാ. പേരന്നാമ്മ, അവളാണെങ്കിൽ ഗൾഫിലാ. എന്നെ സംബന്ധിച്ചാണെങ്കിൽ മനസ്സുകൾ തമ്മിലുള്ള വിവാഹം എന്നേ നടന്നു കഴിഞ്ഞു. കേരളത്തിലുള്ള മുഴുവൻ കോൺസ്റ്റബിൾമാരെയും സാക്ഷി നിർത്തി ആർഭാടമായ ഒരു താലികെട്ട് അതുടൻ പ്രതീക്ഷിക്കാം. അതിനു മുമ്പ് ചിലരെയൊക്കെ ഒന്ന് എനിക്ക് ഒതുക്കണം. താങ്ക് യു. ഹലോ. ആ അഞ്ജു, എന്തായി രാത്രിയിലെ? ആർഭാടങ്ങളൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് മതി. ഒക്കെ ഞാനൊന്ന് പറഞ്ഞതല്ലേ. അത് പെട്ടെന്ന് കുറച്ച് കാശ് കയ്യിൽ വരുമെന്ന് അറിഞ്ഞപ്പോ ഞാനൊന്ന് അഹങ്കാരിയായി പോയതാണ്. ഒന്നും വേണ്ട, കല്യാണം തിരുവങ്ങാട്ടെ ശ്രീരാമക്ഷേത്രത്തിൽ വെച്ച് മതി. ശ്രീരാമക്ഷേത്രത്തിൽ വെച്ചാവുമ്പോ സീതയെ പോലെ നീ വിരഹിണിയാവോ? സാരില്ല, ഏകപത്നി വ്രതക്കാരനായിരുന്നല്ലോ ശ്രീരാമൻ. ദുഃഖം ഞാൻ സഹിച്ചോളാം. അല്ലാതെ ലക്ഷങ്ങളുടെ ആർഭാടങ്ങളൊന്നും വേണ്ട കേട്ടോ. ആരാ മോളെ ഫോണിൽ? ഒരു കൂട്ടുകാരിയാ ഡാഡി. ലക്ഷത്തിന്റെ കണക്കൊക്കെ പറയുന്നത് കേട്ടു. അത് ക്ലാസ്സിൽ ഒരു സംശയം ചോദിച്ചതാ. ലക്ഷത്തിന്റെയോ? ബോട്ടണിക്ക് പഠിക്കുന്ന മോക്ക് എങ്ങനെയാ ലക്ഷത്തിന്റെ സംശയം? പുതിയ സിലബസിലുള്ളതാ. ഡാഡിക്ക് അതൊന്നും പറഞ്ഞ ഇപ്പൊ മനസ്സിലാവില്ല. എന്താ മോളെ? ഒന്നല്ല അമ്മേ. അല്ല, ഇതെന്താ വന്ന കാലത്തിന് നിക്കുന്നേ? പിന്നെ വന്ന കാലം നിൽക്കാൻ ഈ കാലല്ലാതെ നീ വേറെ കാലം അകത്ത് കരുതി വെച്ചിട്ടുണ്ടോ? ഉണ്ടോടി? ഇന്നെന്താ വന്ന് കയറിയപ്പോ ദേഷ്യം? എടി,
നമ്മുടെ മോളെ നീ ശ്രദ്ധിച്ചായിരുന്നു? എന്തേ? ഈയിടെയായിട്ട് അവക്കൊരു ഇളക്കം പോലെ തോന്നുന്നില്ലേ? എളക്കോ? എടി, മെഡിക്കൽ ഭാഷ പറഞ്ഞാൽ അവക്ക് വല്ല പ്രേമപ്പനിയും പിടിച്ചോന്നൊരു സംശയം. അതെ, കുറച്ച് ലക്ഷം കൂടെ ഒപ്പിച്ചു കൊടുത്താൽ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു സീറ്റ് ഒപ്പിച്ചെടുക്കാം. അത് പാടായി പോവൂ എന്റെ ചന്ദ്രമതി. അയ്യോ, അങ്ങനൊന്നും പറയരുത്. എനിക്ക് BP കൂടും. അല്ല, അതിന് ഞാൻ ഗുളിക തരാം. പക്ഷെ എന്റെ BP ആര് മാറ്റും ഭഗവാനെ? എനിക്കറിയാം ദേവി മണിയടിക്കാൻ ഇന്നിവിടെ എത്തുമെന്ന്. അതെ, കുന്നത്ത് വീട്ടിൽ ഭാസ്കരൻ ലക്ഷക്കാരനാകുന്ന ദിവസം. പകടകളിയായിരുന്നെങ്കിലും എല്ലാം ദേവിയുടെ കടാക്ഷാണല്ലോ. ദേവിക്ക് എത്ര കമ്മീഷൻ കൊടുക്കണേ? ഒന്നുമില്ല, മനസ്സറിഞ്ഞൊരു പ്രാർത്ഥന മാത്രം. എന്തായിരുന്നു ഇവിടുത്തെ വഴിപാട്? ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് ഒരു പുഷ്പാഞ്ജലി, 5 അനിഴം നക്ഷത്രം, ഭാസ്കരൻ ആയില്യം. ഉദ്ദിഷ്ട കാര്യം എന്ന് വെച്ചാ? അത് ദേവിക്കറിയാം. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇനിയും പ്രാർത്ഥന കഴിഞ്ഞില്ലേ അച്ഛായ? 10 മണിക്ക് മുമ്പ് ബാങ്കിൽ എത്തണമെന്ന് മാനേജർ പറഞ്ഞതല്ലേ? രാഹുകാലത്തിന് മുമ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. എത്ര പ്രാർത്ഥിച്ചിട്ടും മതി പറഞ്ഞില്ല ഭാസ്കര. പിച്ചക്കാരനല്ലേ ഉറക്കത്തിൽ വിളിച്ചുണർത്തി ലക്ഷക്കാരനാക്കിയത്? അല്ല, പത്രക്കാരുമായിരിക്കും. അഭിമുഖമാണെങ്കിലേ ബാങ്കിലോട്ട് വരാൻ പറഞ്ഞാൽ മതി. ഹലോ, 64421. അതെ. 50 ലക്ഷം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്തു ചെയ്യുമെന്ന് ചോദിച്ചാൽ കത്തിച്ചു കളയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ തുല്യമായി പങ്കുവെക്കും. പക്ഷേ അതൊരു അവകാശം കൂടി ഉണ്ടല്ലോ. അവകാശിയോ? അതാരാ? ഞാൻ ഡോക്ടർ രാഘവ്, ഗവൺമെന്റ് ചീഫ് സർജൻ. അത് ശരി. ഭീകരനെ കൊന്നത് നിങ്ങളല്ല, അതൊരു ആത്മഹത്യയായിരുന്നു. പൊട്ടാസ്യം സൈനൈഡ് കഴിച്ചാണ് ഭീകരൻ മരിച്ചത്. ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് ഞാനാണ്, ഡോക്ടർ രാഘവ്, MBBS MS. ആര്? ഡോക്ടർ രാഘവ് എന്ന് വെച്ചാൽ അഞ്ജുവിന്റെ അച്ഛനല്ലേ? അഞ്ജുവിന്റെ അച്ഛനാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? അഞ്ജുവിനെ എനിക്ക് പരിചയമുണ്ട്. ഡോക്ടർ രാഘവന്റെ മകളാണെന്ന് അഞ്ജു എന്നോട് പറഞ്ഞിരുന്നു. അതെയോ? ഗവൺമെന്റ് പ്രഖ്യാപിച്ച 50 ലക്ഷം ആർക്കും ഉപകാരപ്രദമാകാതെ തിരിച്ച് ഗവൺമെന്റ് ഫണ്ടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് സർട്ടിഫിക്കറ്റ് എഴുതിയത്. പക്ഷേ അതിലൊരു വിഹിതം എനിക്കും വേണം. എന്തു പറയുന്നു? തീരുമാനം എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കെ, പക്ഷേ തീരുമാനം വൈകരുത്. ഇല്ല. എന്താ സംഗതി? വ്യക്തമായില്ല. 50 ലക്ഷത്തിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പങ്കാളി ഉണ്ടായിരിക്കുന്നു. പങ്കാളിയോ? അതെ. അച്ചായൻ ആ വാതിലും ജനലൊക്കെ ഒന്ന് ഭദ്രമായി അടച്ചേ. യെസ്, ഡോക്ടർ രാഘവ്. കോൺസ്റ്റബിൾ ഭാസ്കരനാ. എന്ത് തീരുമാനിച്ചു? എന്താണ് സാറിന്റെ ഡിമാൻഡ്? പറയാം. ആ 50 ലക്ഷം രൂപ 3ആയിട്ട് വീതിക്കണം. കൃത്യമായി വീതിച്ചാൽ ഒരാൾക്ക് 16,66,666 രൂപ 66 പൈസ കിട്ടും. എന്നാലും 2 പൈസ മിച്ചം വരും. ആ പങ്ക് വാങ്ങാൻ ഈ കാലത്തൊരു പിച്ചക്കാരൻ പോലും വരില്ല. ഏതായാലും ഈ എമൗണ്ട് എനിക്ക് ക്യാഷ് ആയിട്ട് എത്രയും വേഗം കിട്ടണം. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എഴുതിയ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതേ മഷി കൊണ്ട് തന്നെ എനിക്ക് തിരുത്തി എഴുതേണ്ടി വരും. പ്രൂവ് ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ. ഭീകരന്റെ ശവം തോണ്ടിയെടുത്ത് ഒരു റീപോസ്റ്റ്മോർട്ടം. ദാറ്റ്സ് ഓൾ. അത് വേണ്ട, നമുക്ക് മുഖതാവിൽ സംസാരിക്കാം. ഓക്കെ, ഹാർട്ടി വെൽക്കം. ആ കാർ നിർത്തിയത് നമ്മുടെ ഗേറ്റിലാണോ? അതെ. നമസ്കാരം. എന്ത് തീരുമാനിച്ചു? എന്തൊക്കെയാണ് സാറിന്റെ കണ്ടീഷൻസ്? അത് ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞായിരുന്നല്ലോ. എന്താണ് സാറിന്റെ ഡിമാൻഡ്? പറയാം. ആ 50 ലക്ഷം രൂപ 3ആയിട്ട് വീതിക്കണം. കൃത്യമായി വീതിച്ചാൽ ഒരാൾക്ക് 16,66,666 രൂപ 66 പൈസ കിട്ടും. എന്നാലും 2 പൈസ മിച്ചം വരും. ആ പങ്ക് വാങ്ങാൻ ഈ കാലത്തൊരു പിച്ചക്കാരൻ പോലും വരില്ല. ഏതായാലും ഈ എമൗണ്ട് എനിക്ക് ക്യാഷ് ആയിട്ട് എത്രയും വേഗം കിട്ടണം. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ
നിങ്ങൾക്ക് അനുകൂലമായിട്ട് എഴുതിയ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതേ എന്താ ഇത്? പശുകൊണ്ട് തന്നെ അത് ടേപ്പ് റെക്കോർഡർ. കേട്ടത് നിങ്ങൾ ഫോണിൽ സംസാരിച്ചത്. അത് ഞങ്ങൾ ടേപ്പ് ചെയ്തു. ഭീകരന്റെ ശവം തോണ്ടിയെടുത്ത് ഒരു ഫോൺ ചോർച്ച എന്ന് കേട്ടിട്ടില്ലേ? സത്യത്തിൽ അതാണ് ഇവിടെ സംഭവിച്ചത്. എന്തിനാ ഇത്? മറ്റൊന്നിനുമല്ല, ആവശ്യം വരികയാണെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കാൻ ഒരു ചെറിയ തെളിവിന് വേണ്ടി. തെളിവോ? അതെ, ലക്ഷങ്ങളോടുള്ള ആർത്തിയിൽ ഗവൺമെന്റ് ചീഫ് സർജൻ ഡോക്ടർ രാഘവ് MBBS MS തന്റെ പ്രൊഫഷനെ ചീറ്റ് ചെയ്തു. സത്യത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷെ ഉത്തരവാദപ്പെട്ട ഒരു ഗവൺമെന്റ് സർജൻ എന്ന നിലയിൽ താങ്കൾക്കോ? ജോലി നഷ്ടപ്പെടും, മാത്രമല്ല ജീവപര്യന്തം തടവും. അയ്യോ, എനിക്ക് പങ്ക് വേണ്ട. പകരം ആ കാസറ്റ് തന്നാ മതി. ക്ഷമിക്കണം, ഇനി ഇതാണ് ഞങ്ങളുടെ പിടിവള്ളി. പിടിവള്ളിയോ? അതെ, താങ്കളുടെ സീമന്തപുത്രി അഞ്ജുവിനെ ഭാസ്കരൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ സ്നേഹത്തിലാണ്. ഒരു കാസറ്റിലൂടെ നിങ്ങൾക്കൊരു കോൺസ്റ്റബിളിനെ സ്വന്തമാക്കാം. ഈ സൗഭാഗ്യം ലോകത്ത് മറ്റാർക്കും കിട്ടിക്കാണത്തില്ല. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് ഈ കാസറ്റ് തിരിച്ചേൽപ്പിക്കാം. കാലത്ത് ബാങ്കിലുള്ള ജോലിയെല്ലാം കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള ലഞ്ച് താങ്കളുടെ വീട്ടിൽ നിന്ന് കഴിക്കാൻ നാം ആഗ്രഹിക്കുന്നു. അതെ, പോലീസ് എസ്കോർട്ടോടെ നാം അവിടെ എത്തും. പേടിക്കണ്ട, ഈ കാസറ്റ് ഭദ്രമായി എന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടാവും. ഒരു പിടിവള്ളിക്ക്. റിയലി? ഡാഡി സമ്മതിച്ചോ? ഓ യെസ്, ഞാനൊരു ഗംഭീര സദ്യ ഇവിടെ അറേഞ്ച് ചെയ്യാം. ഓക്കെ ഓക്കെ, ബൈ, സീ യു. ആരായിരുന്നു ഫോണിൽ? ഭാസ്കരേട്ടൻ. എടി ഒരുമ്പട്ടവളെ. ഡാഡി വേണ്ട. കാസറ്റ്. കാസറ്റോ? ഏത് കാസറ്റ്? ഈ കാര്യത്തിൽ എന്നെ വഴക്ക് പറഞ്ഞ കാസറ്റ് എന്ന് പറയാൻ ഭാസ്കരേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇതെന്ത് പറ്റി? പിച്ച കിട്ടിയില്ല, പട്ടി കടിക്കുകയും ചെയ്തു. അതുപോലെ അയലോടി എന്റെ ഗതി. എന്തൊക്കെ പറയണേ? വിരുന്നെടുക്കണോ അത്രേ? വിരുന്നോ? ആർക്ക്? നിന്റെ അച്ഛൻ മേലെ വീട്ടിൽ മാധവമേനോന്. മരിച്ച അച്ഛന് വിരുന്നൊരുക്കാൻ ഇന്നെന്താ കർക്കിടകവാണോ? എടി, നിനക്കറിയോ, പണ്ട് നീ എന്നെ വലവീശി പിടിച്ചതുപോലെ ഇപ്പൊ വലയം കൊണ്ട് ഇറങ്ങിയിരിക്കുക നിന്റെ മോള്. എന്തായാലും എനിക്ക് ഒരു സമാധാനമുണ്ട്. എനിക്ക് പറ്റിയതുപോലെ ഒരു അബദ്ധം എന്റെ മോക്ക് ഒരിക്കലും പറ്റില്ല. മോള് പറഞ്ഞതുപോലെ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. എന്തോന്ന്? കാസറ്റ്. ഇതെന്താ ഇവിടെ? ഞങ്ങൾക്ക് ലഞ്ച് ഇന്ന് ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതെ, ഒരു ഉച്ചയൂണെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ. ഡോക്ടർക്ക് ഭയങ്കര നിർബന്ധം. ഭാസ്കര, ഇരക്കുന്നവന്റെ വീട്ടിൽ കയറി തുറക്കാൻ മെനക്കെടണ്ട. നൗ യു ആർ അവർ ബോഡി ഗാർഡ്. ഞങ്ങളുടെ ശരീരം സംരക്ഷിച്ചാൽ മതി, ഉപദേശം വേണ്ട. അതെ, നിങ്ങളായിരിക്കും. ഹലോ, കമോൺ കമോൺ. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വന്നാലും. ഞങ്ങൾ ലേറ്റ് ആയില്ലല്ലോ. ഇല്ല, വാ നടക്കണി. ഹലോ ഇൻസ്പെക്ടർ, കമാൺ. വിളിക്കേ പാവം. എന്തുപറ്റി? ഒന്ന് സ്മാർട്ട് ആവോ? മുഖഭാവം കാണുമ്പോ 5-10 ഗോള് വിട്ട ഒരു ഗോളിയെ പോലുണ്ടല്ലോ. സ്വപ്ന സൗധങ്ങൾ തകർന്നു വീഴുമ്പോ സ്വബോധം നഷ്ടപ്പെടുന്നു അല്ലേ? ഡ്യൂട്ടി ഫസ്റ്റ്, കം വിത്ത് മീ. ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. അതെ, വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. വിശക്കുന്നില്ല എങ്കിലും തുടങ്ങാം. എല്ലാ ഒരുക്കങ്ങളും അഞ്ചുമോളുടെ വകയാ. അടുക്കള കയറാത്ത കുട്ടിയാ. പക്ഷേ ലഞ്ചിനുണ്ടെന്ന് അറിഞ്ഞപ്പോ അവൾ അങ്ങ് അടുക്കള ഭരണം ഏറ്റെടുത്തു. ആ, വരൂ 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 വരൂ. വരാ വരാ. അമ്മാവാ, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരാൻ. എന്താടാ? ലക്ഷങ്ങൾ കണ്ടപ്പോ കാല് മാറി അല്ലേ? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് മനസ്സിലാവില്ല ഭാഗ്യനാഥ. കാലനും കാലക്കാട് പിടിക്കൊന്നും കേട്ടിട്ടില്ലേ? ഞാനിപ്പൊ കാലക്കാട് പിടിച്ച കാലം. പോലീസുകാരനെ മഹസർ എഴുതാൻ പഠിപ്പിക്കല്ലേ? ചോരക്കുഞ്ഞ് പെണ്ണാണെന്ന് അറിഞ്ഞ അന്ന് രാത്രി മുതുമുത്തച്ഛന്മാർക്ക്. എടാ, ചത്ത മുത്തച്ഛന്മാർ എനിക്ക് കാസറ്റ് മേടിച്ചു തരുവോ? കാസറ്റോ? ഏത് കാസറ്റ്? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. കാസറ്റ്. ഇനിയിപ്പൊ അമ്മാവന്റെ നീല കാസറ്റ് വല്ലതും ഭാസ്കരന്റെ കാണുമോ? നാണക്കേട്. വയസ്സ് കാലത്ത് പുസ്തകം നോക്കിയുള്ള പാചകമല്ലേ, ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട്. നോക്കി നിൽക്കാതെ വിളമ്പ് മോളെ. എടി വിളമ്പടി. കണ്ടല്ലോ, പെണ്ണും പണവും പദവി ആണിന്റെ പുറകെ വരണം. അതാണ് ആണത്തം. മനസ്സിലായി. ഏതായാലും ഇത്രയും വരെ എത്തിയ സ്ഥിതിക്ക് ഞാനൊരു കളി കളിക്കാൻ പോവാ. എന്ത് കളി? വോളിബോൾ. നമുക്ക് ഗോതയിൽ വെച്ച് കാണാം. ഹയർ അതോറിറ്റീസിന്റെ കൺകറൻസോട് കൂടിയാണ് ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത്. 50 ലക്ഷത്തിന്റെ ഒരു ഭീകരനെ കൊന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനിടയ്ക്ക് 25 ലക്ഷവുമായി ഈനാശു എന്നൊരു പെരുങ്കള്ളൻ മുങ്ങി. അവൻ മുങ്ങിയതല്ല, അവനെ മുക്കിയതാണ്. ആര് മുക്കി?
ഭീകരനെ കൊന്നു എന്ന് അവകാശപ്പെടുന്ന ഇതേ പോലീസുകാർ തന്നെ KV ഭാസ്കരൻ, മാത്യു ജോസഫ്. പോലീസുകാർ ഈനാശുവിനെ എന്തിനു ഒളിപ്പിക്കണം? ഒളിപ്പിച്ചോ കൊന്നോ എന്ന് വ്യക്തമല്ല. ഈനാശുവിന്റെ കയ്യിലുള്ള 25 ലക്ഷം തട്ടിയെടുക്കലാണ് ഈ സംഭവത്തിന് പിന്നിലുള്ള ഉദ്ദേശമെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. ഈ ആരോപണം എന്തെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ട് ഉന്നയിക്കുന്നതാണോ? ഏയ്, ഒരിക്കലുമല്ല. വ്യക്തിപരമായി ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന 2 വ്യക്തികളാണവർ. പക്ഷെ തെറ്റാര് ചെയ്താലും തെറ്റാണ്. ഹാരനും മാത്യു ജോസഫും സസ്പെൻഷനിലാണ്. 7-ാം തീയതിക്കകം അവർ ഈനാശുവിനെ ഹാജരാക്കുന്നില്ല എങ്കിൽ തലയുടെ വില എന്ന നിലയ്ക്ക് അവർക്ക് കിട്ടാൻ പോകുന്ന 50 ലക്ഷം രൂപ ഫ്രീസ് ചെയ്യണമെന്ന് ഞാൻ മേലധികാരികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവരതിന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രിമിനൽസിനെ അടിച്ചമർത്തേണ്ട പോലീസുകാർ തന്നെ സ്വയം ക്രിമിനൽസായി മാറുന്ന അവസ്ഥ നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. ജീവൻ പോലും തൃണവൽഗണിച്ചാണ് ഈ അന്താരാഷ്ട്ര ഭീകരണങ്ങൾ കൊലപ്പെടുത്തിയത്. ഈ ഇൻസ്പെക്ടർ ആര്? ഞങ്ങളുടെ സെക്യൂരിറ്റി വെറും 7-ാം കൂലി. 50 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ ഇവൻ ആര്? ഈനാശു എന്ന കള്ളനെ പിടിച്ച് അവന്റെ കയ്യിലുള്ള 25 ലക്ഷം രൂപ നിങ്ങൾ കൈവശപ്പെടുത്തിയെന്നാണ് ആരോപണം. എന്നിട്ട് ആ 25 ലക്ഷം രൂപ ഞങ്ങൾ എന്ത് ചെയ്തു? എന്ത് ചെയ്തു എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ കൈവശപ്പെടുത്തി എന്നുറപ്പുള്ളവൻ ഞങ്ങൾ ആ തുക എന്ത് ചെയ്തു എന്ന് കൂടി പറയട്ടെ. ഞാൻ പറയാം, 25 ലക്ഷം രൂപ ഞങ്ങൾ പുഴുങ്ങി തിന്നു. എന്തായാലും 7-ാം തീയതിക്ക് മീനാശുവിനെ ഹാജരാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ 50 ലക്ഷം രൂപ സർക്കാരിനെ കൊണ്ട് SI ഭാഗ്യനാഥ് ഫ്രീസ് ചെയ്യിക്കും. അതിനുള്ള പണി അയാൾ ഒപ്പിച്ചു കഴിഞ്ഞു. ആണോ? എങ്കിൽ ആ തെണ്ടിയോട് പറഞ്ഞേക്ക് 7-ാം തീയതി എന്ന് പറയുന്ന ഒരു തീയതി ഉണ്ടെങ്കിൽ ഈ ഈനാശുവിനെ ഞങ്ങൾ ഹാജരാക്കിയിരിക്കും. ടെൻഡി എന്ന് തന്നെ പത്രത്തിൽ കൊടുക്കാലോ? കൊടുക്കാം. ഓക്കെ, താങ്ക് യു. 7-ാം തീയതി ഈനാശുവിനെ എവിടെ നിന്ന് കിട്ടും? എനിക്കറിയാൻ പാടില്ല. അപ്പൊ പിന്നെ പറഞ്ഞതോ? പറയാതിരുന്നിട്ടെന്ത് കാര്യം? ഭഗവാനെ, ഈ ദ്രോഹി കാരണം കൈ കിട്ടി 50 ലക്ഷം രൂപ. സൂര്യഗോളത്തിന് ചൂടില്ല എന്ന് പറ, വിശ്വസിക്കാം. രാജബമ്പാലയ്ക്ക് വിഷമില്ല എന്ന് പറ, അതും വിശ്വസിക്കാം. പക്ഷേ പോലീസുകാരൻ നമ്പാമെന്നെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ കള്ളന്മാരത് വിശ്വസിക്കാറില്ല. നിങ്ങൾക്ക് പോകാം. കമ്മാരന്റെ വിശ്വാസത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഒന്നും ഓർക്കണം, ഞങ്ങളുടെ തലയിൽ ഇപ്പൊ തൊപ്പിയില്ല. ഈ അവസ്ഥയിൽ മുമ്പോട്ട് പോയാൽ കമ്മാരന്റെ തൊഴിൽ ഞങ്ങൾ ചെയ്യേണ്ടി വരും. കമ്മാരാ, ഞങ്ങൾക്ക് 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ ഈനാശു, അല്ലെങ്കിൽ ആത്മഹത്യ. എങ്കിൽ രണ്ടാമത്തെ വഴി ഉടനെ നോക്കൂ. ഈ 25 ലക്ഷവും ഈനാശും തമ്മിൽ ഒരു ബന്ധവുമില്ല. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുന്നവരാ നിങ്ങൾ പോലീസുകാർ. അങ്ങനെ ഇപ്പൊ ഈനാശുവിനെ ബലിയാടാക്കേണ്ട ഒരു കാര്യമില്ല. ഇല്ല കമാര, ഈനാശുവിനെ ഞങ്ങൾ ഏത് വിധേനയും രക്ഷിക്കും. വാസ്തവം, അവൻ കുറ്റം ചെയ്തിട്ടില്ല സ്ഥിതിക്ക് ഞങ്ങൾക്ക് അവനെ രക്ഷിക്കാൻ ഒക്കും. ശരി, ഇനി ഈനാശുവിനെ ഹാജരാക്കി എന്ന് തന്നെ ഇരിക്കട്ടെ. ഞങ്ങൾക്ക് അതുകൊണ്ടുള്ള നേട്ടം കമാര മനുഷ്യത്വപരമായ കൊല. എടോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള എല്ലാ മനുഷ്യരും ശത്രുക്കൾ. കള്ളന്മാർക്ക് മനുഷ്യത്വം പാടില്ല. ഭീകരനെ കൊന്ന വകുപ്പിൽ 50 ലക്ഷം രൂപ കിട്ടുമ്പോ അതിൽ നിന്നൊരു 10 ലക്ഷം ഞങ്ങൾക്ക് തരാൻ കൂടോ? ആലോചിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ മതി. വേണ്ട, തന്നേക്കാം, ഉറപ്പായിട്ടും തന്നേക്കാം. അത് മാത്രം പോരാ, ഇനി അങ്ങോട്ട് ഞങ്ങളുടെ എല്ലാ ചെലവും വഹിക്കണം. ഞങ്ങളെ പരിഹരിക്കണം. ഞങ്ങൾക്ക് വിടുവേല ചെയ്യണം. ഞങ്ങൾ എന്ത് പറഞ്ഞാലും അനുസരിക്കണം. പറ്റുമോ? പറ്റും. പറ്റും. എന്താണാവോ? എന്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു പോലീസുകാരെ കൊണ്ട് പാദസേവ ചെയ്യിക്കണമെന്ന്. ഇന്നത് നടന്നു. കട്ട കുറ്റത്തിന്, കക്കാത്ത കുറ്റത്തിന് തൊണ്ടു മുതലെടുപ്പിക്കാൻ അങ്ങനെ പലതിനും കേരളത്തിലെ ഒട്ടുമിക്ക പോലീസുകാരും എന്റെ മേലാസകലം കയറി ഇറങ്ങിയിട്ടുണ്ട്. സസ്പെൻഷനിലാണെങ്കിലും നിങ്ങളും പോലീസുകാരാണല്ലോ. അമുക്ക് 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 അമുക്കുകളെ. ഇത് കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ വിസ്തരിച്ചൊന്ന് കുളിക്കണം. അതിനുശേഷം വിഭവസമൃദ്ധമായ ഊണ്. ഞാൻ പറഞ്ഞ വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. സിംഹവാലം കുരങ്ങിന്റെ ഇറച്ചി മാത്രം കിട്ടിയില്ല. ഞങ്ങളുടെ സസ്പെൻഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. ഇതേ രീതിയിൽ തന്നെ നിന്നെ കിടത്തി ഉലക്ക കൊണ്ട് ഒഴിയുന്നുണ്ട്. ജോലി തിരികെ കയറിയിട്ട് ഫുട്ബോൾ ഇട്ട് തട്ടിക്കളിക്കുന്ന പോലെ എന്നെ തട്ടിക്കളിക്കാവുന്നില്ലേ തന്റെ മനസ്സിലിപ്പോ? കണ്ണീ ചോരയില്ലാത്ത വർത്താനം പറയല്ലേ കമാര. നാളെയാണ് 7-ാം തീയതി. ഈനാശുവിനെ എടോ, ഞങ്ങള് പോലീസുകാരല്ല, കള്ളന്മാരാണ്. കള്ളന്മാര് വാക്ക് പറഞ്ഞ വാക്കാ. പൊക്ക് പൊക്ക് പൊക്ക്, കുളിമുറിയിലേക്ക് പൊക്ക്. കിടന്ന് നിലവിളിക്കലുടെ റോട്ടിൽ കൂടി ആൾക്കാർ പോകുന്നുണ്ട്. സന്തോഷം കൊണ്ട് ഒറ്റ പോയതാണ് ഈനാശു. വന്നാട്ടെ, വന്നിനാട്ടെ.
വന്നു. ഈനാശു, എനിക്കിപ്പോഴാ ജീവൻ. അല്ല എന്റെ ആശാൻ എവിടെ? ആശാൻ ബാറിലോട്ട് പോയി അടിച്ച് പൂസാകാൻ. ഇപ്പൊ ഞങ്ങളുടെ ചെലവിലാണല്ലോ. ആശാൻ ഒരു കത്ത് കൊടുത്ത് വിട്ടിട്ടാ ഞാനിവിടെ വന്നത്. ഞാൻ നാളെ സ്റ്റേഷനിൽ ഹാജരായില്ലെങ്കിൽ അതെ, ഞങ്ങളുടെ ജോലി പോവും. 50 ലക്ഷം വെള്ളത്തിലാവും. എന്റെ ആശാൻ പറഞ്ഞ ഞാൻ എന്തും അനുസരിക്കും. അതെ. അല്ലെങ്കിൽ ഈ ഒളിവ് ജീവിതം എനിക്ക് മടുത്തു. ആ പിന്നെ രസമായിരുന്നു. ഇതിന്റെ ഇടയിൽ തകർപ്പൻ 2 മോഷണം ഞാൻ നടത്തി. ആണോ? വെരി ഗുഡ്. എവിടെയൊക്കെ? പല സ്ഥലങ്ങളിലും. ഞാനാണ് മോട്ടിച്ചെന്ന് ദേവേന്ദ്രൻ പോലും കണ്ടുപിടിക്കില്ല. അതുപോലുള്ള വേലകളല്ലേ ഞാൻ ഒപ്പിക്കണത്. ഞാൻ വെല്ലുവിളിക്കുന്നു. CBIക്ക് പോലും എന്നെ പിടിക്കാൻ പറ്റുന്നത് പറ്റണ്ട. എന്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമുണ്ട് ഈനാശു. ഈനാശു വിചാരിച്ചാൽ നടക്കും. എന്താഗ്രഹം? ഒരു പോലീസുകാരൻ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു കൂടാത്തതാണ്. പക്ഷേ ഇത് തെറ്റല്ല, കുറ്റമല്ല. ഒരു ദ്രോഹിയെ കുത്തുപാള എടുപ്പിച്ചാൽ ദൈവം പോലും നമ്മുടെ കൂടെ നിൽക്കും. SI ഭാഗ്യനാഥന്റെ വീട്ടിൽ കയറി അവിടെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ ഈനാശുവിന് പറ്റുമോ? പറ്റോ ഇല്ലേ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. ഇതൊക്കെ എനിക്കും താല്പര്യമുള്ള കേസ് തന്നെ. ക്ലീൻ ആക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോവാണ്. ഒരു പ്ലാൻ ഉണ്ടാക്കണം, മോഷ്ടിക്കണം, തൊണ്ടി കൊണ്ട് ഒളിപ്പിക്കണം, തെളിവുകൾ നശിപ്പിക്കണം. നേരം വെളുത്തു പോവും. പിന്നെ നാളെ കാലത്ത് ഞാൻ സ്റ്റേഷനിലെത്തിയേക്കാൻ നാശോണ്ട് പറഞ്ഞേരി. ഈ തൊഴിലെന്ന് പറഞ്ഞാലുണ്ടല്ല, അത് എനിക്കൊരു ഒരു ഹരമാണ്. അപ്പൊ പറഞ്ഞോളെ. ഓക്കെ. പോകോ. കൈ വിടുന്ന പരീക്ഷകളെ എത്ര കുടിച്ചാലും പരസഹായമില്ല നടക്കാൻ ഇക്കമാരന് കഴിയും. അച്ഛനെ, ഈനാശ് വന്നിരുന്നു. ഇപ്പൊ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. നാളെ സ്റ്റേഷനിൽ ഹാജരാക്കാനുള്ള പ്രതിയെ മോഷ്ടിക്കാൻ പറഞ്ഞേച്ച നീക്ക പോലീസുകാരോടാ പന്നികളെ. അല്ല, അവൻ ഒരുപാട് മോഷണം നടത്തി അവന്റെ തന്തയാ മോഷ്ടിച്ചിട്ടുള്ളത്. ഇന്ന് വരെ സ്വന്തമായ ഒരു മോഷണം നടത്തി വിജയിക്കാൻ കഴിയാത്തവനാണ് അവൻ. അവന്മാര് തന്നെ. ആരകന്മാരത്? നിന്റെ തന്ത ഈ നോശനെ നാളെ സ്റ്റേഷനിൽ ഹാജരാക്കിയ എന്നെ തട്ടിക്കളയൊന്ന്. അയ്യോ, അവരൊന്നും ചെയ്യില്ല. ശരിയാ, കേറി വാതിലടയ്ക്കാം. നീ എന്തിനോട് വന്നു? നീ ആരാണ്? തോക്കല്ലെന്ന് മനസ്സിലായല്ലേ? നീ എന്തിനോട് വന്നു? ഒച്ച വെക്കരുത്. അഞ്ചു കുഞ്ഞ് പറഞ്ഞിട്ട് വന്നതാ. ഞാൻ അഞ്ചു കുഞ്ഞ്? ഇവിടുത്തെ ഇൻസ്പെക്ടർ റഹ്മാന്റെ എർത്ത്. എന്താ ഈ പാതിരാത്രി? പറഞ്ഞുതരാം. ഭാഗ്യനാഥൻ സാർ അഞ്ചു കുഞ്ഞ് ഇന്ന് പകലൊരു പന്തയം വെച്ചു. ആരെങ്കിലും വിട്ട് സാധാ ശമ്പളം മോട്ടിക്കുന്ന അഞ്ചു കുഞ്ഞ് പറ്റില്ലെന്ന് സാറും. എന്തിന്? പറയാം. അങ്ങനെ മോഷ്ടിക്കാൻ കഴിഞ്ഞാൽ നാളെ തന്നെ കുഞ്ഞിന്റെ കഴുത്തിൽ താലി കെട്ടുന്ന സാറും. എങ്ങനെയുണ്ട് പന്തയം? നല്ല ബെസ്റ്റ് പന്തയം. എന്നിട്ട് സാറിന്റെ കാശ് മോഷ്ടിക്കാൻ താൻ എന്നെ ഒന്ന് സഹായിക്കണം. അത്രേ ഉള്ളൂ. എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. അങ്ങനെയെങ്കിലും പുറഞ്ഞു നിൽക്കുന്ന സാറിന്റെ കല്യാണം ഒന്ന് കഴിയട്ടെ. എന്റെ പകുതി പണി കുറഞ്ഞു കിട്ടും. പതുക്കെ പതുക്കെ അളമാരി ശരിക്ക് തുറക്ക്. ഇവിടെ അതല്ല, ഞാൻ എടുത്തു തരാം. ഇതല്ലാന്ന്. അതൊന്ന് കാണട്ടെ. അതവിടെ വെക്കും. അതല്ല ഇതിനല്ലേ ഇതിനകത്ത്
അയ്യോ വിശ്വസിക്കാൻ പറഞ്ഞു വെച്ചിട്ട് മണി 10 കഴിഞ്ഞു, 11 കഴിഞ്ഞു, ദേ 12 ആകാൻ പോകുന്നു. പത്രക്കാരെയും ഫോട്ടോഗ്രാഫേഴ്സിനെയും ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് ഡിപ്പാർട്ട്മെന്റിന് നാണക്കേട് ഉണ്ടാക്കി വെക്കല്ലേ ഭാസ്കര? ഞങ്ങൾ നിൽക്കണോ അതോ പോണോ? ഞാൻ ആരെയും വിളിച്ചു വരുത്തിയിട്ടില്ല. ശരിയാ, ഞാൻ വിളിച്ചു വരുത്തിയതാ. നിന്റെ വീരവാദം കേട്ട് നീ ഹാജരാക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. നിന്റെ വിജയം ഒരു മഹത്തായ സംഭവമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് എല്ലാവരും വിളിച്ചു വരുത്തിയത്. ഈനാശു കാൽനടയായിട്ടാണോ അതോ കാറിലാണോ വരുന്നത്? മിക്കവാറും ഹെലികോപ്റ്ററിലായിരിക്കും. നിന്റെ നിരാശ എനിക്ക് മനസ്സിലാകും. നിന്നോട് എനിക്ക് സഹതാപമുണ്ട്. നിനക്കൊരിക്കലും ജയിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോ. ജയിക്കൂടാ, ജയിക്കും. ഈ അഹന്തയാണ് നിന്റെ പതന കാരണം. തോറ്റെന്ന് സമ്മതിക്ക്, മാപ്പ് പറ. എങ്കിൽ ഈനാശുവിനെ കണ്ടുപിടിക്കാൻ ഞാനും സഹായിക്കാം. പരാജയം സമ്മതിക്കുന്നില്ല എങ്കിൽ ഞാനൊരു കഥ എഴുതും. ആ കഥയുടെ പേര് ഒരു കള്ളനെ വിശ്വസിച്ച പോലീസുകാരന്റെ കഥ എന്നായിരിക്കും. ഭാസ്കര, ഈനാശുവിനെ വരുത്താൻ നിനക്ക് കഴിയില്ല മോനെ. നിങ്ങളെയൊക്കെ ഞാനൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാം. പോലീസിന്റെ നിഷ്ക്രിയത്വം നിങ്ങൾക്കൊക്കെ എന്നും ഇഷ്ടപ്പെട്ട വിഷയമാണല്ലോ. പക്ഷെ നാളത്തെ പത്രത്തിൽ ഒരു സബ് ഇൻസ്പെക്ടറുടെ വിജയം എന്ന തലക്കെട്ടോടുകൂടി ആയിരിക്കും നിങ്ങൾക്ക് വാർത്ത എഴുതേണ്ടി വരിക. അതോടൊപ്പം കള്ളന്മാരും ചില പോലീസുകാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ചും നിങ്ങൾക്ക് എഴുതാതിരിക്കാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞുതരാം, എല്ലാം ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും എന്റെ കൂടെ വരൂ, വരൂ, കമോൺ. ജീവൻ പണയം വെച്ച് ഭീകരനെ കൊന്നു എന്ന് അവകാശപ്പെടുന്ന ധീരന്മാർക്ക് ഒരു ലോക്കൽ കള്ളന്റെ രോമം പോലും തൊടാൻ പറ്റിയില്ല. പത്രക്കാരുടെ മുമ്പിൽ വെച്ച് തെണ്ടി എന്നെ വിളിച്ചധിക്ഷേപിച്ചവർക്കുള്ള എന്റെ മറുപടി കൂടിയാണിത്. വായടയ്ക്കൂ, പണിയെടുക്കൂ. അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഞാൻ പണിയെടുത്തു. എന്റെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് ഈനാശുവിനെ ഞാൻ വലയിലാക്കി. ആളാവരുത് ഭാസ്കര, നിനക്ക് ജോലി തിരിച്ചു കിട്ടും ഈ ഭാഗ്യനാഥന്റെ ദയവ് കൊണ്ട്. എന്താ നോക്കിക്കുന്നത്? വരൂ പ്ലീസ്, എല്ലാവരും അകത്തേക്ക് വരൂ. കണ്ണുള്ളവർ കാണൂ, ഈനാശുവിനെ കാണൂ. മൂന്നാല് ആളുകൾ വന്ന് എന്നെ കെട്ടിയിട്ട് ഈനാശുവിനെ പിടിച്ചോണ്ട് പോയി. അവനെ കൊക്കയിലെറിഞ്ഞു കൊല്ലൂന്ന് പറഞ്ഞ്. ഒരു സബ് ഇൻസ്പെക്ടറുടെ വിജയം എന്ന തലക്കെട്ടോട് കൂടി പത്രത്തിൽ വാർത്ത കൊടുക്കാം അല്ലേ സാർ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും. എനിക്ക് ജോലി വേണ്ട, പക്ഷെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നീ ഈനാശുവിനെ കൊല്ലിക്കരുതായിരുന്നു. ഞാൻ കൊല്ലിച്ചെന്നോ? വേഷം കെട്ടി കൊടുക്കണ്ട. നീ ശട്ടം കെട്ടിയ ആളുകളാണ് ഈനാശുവിനെ കൂട്ടിക്കൊണ്ടുപോയത്. ഇനി ഒന്നേ അറിയാനുള്ളൂ, ഈനാശുവിനെ ഏത് കൊക്കയിലേക്കാണ് നീ വലിച്ചെറിഞ്ഞത്? വയനാട്ടിലോ വാൾപ്പാറയിലോ? ഭാസ്കര, ഞാൻ പത്രക്കാരോട് ഉപയോഗിക്കേണ്ടിരുന്ന ഭാഷ തെണ്ടി എന്നായിരുന്നില്ല. കാക്കി വേഷം ധരിച്ച കാട്ടാളൻ, അതാണ് നീ. ഭാസ്കര, ഞാൻ ഈനാശുവിനെ കൊന്നിട്ടില്ല. കൊന്നു. അല്ല, ഈനാശുവിനെ ആര് കൊന്നു എനിക്കറിയാം. 25 ലക്ഷം രൂപ കട്ടതും അവര് തന്നെയാണ്. അവന്മാര് തന്നെയാണ് എന്റെ ഈനാശുവിനെ കൊന്നത്. ഞങ്ങൾ സാധാ കള്ളന്മാരുടെ മേൽ കുതിര കയറാനേ നിങ്ങൾ പോലീസുകാർക്ക് കഴിയും. വലിയ കള്ളന്മാരെ നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങൾക്കൊരു പുണ്ണാക്കം ഒരു ചെയ്യാൻ കഴിയില്ല. ഞാൻ അവരെ കാട്ടിക്കൊടുത്താ പിന്നെ എന്റെ കഴുത്തിനു മേൽ തല കാണില്ല. കമ്മാര, ഇത് ഞങ്ങളുടെ എല്ലാം നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. തനിക്ക് മാത്രം ഇപ്പൊ ഞങ്ങളെ സഹായിക്കാൻ പറ്റൂ. എന്റെ ജീവന് സംരക്ഷണം ഉറപ്പു തരാമെന്ന് ഏറ്റാൽ യഥാർത്ഥ കള്ളന്മാരെ ഞാൻ കാണിച്ചു തരാം. കമ്മാരൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ എല്ലാവരും കമ്മാരന്റെ കൂടെ ഉണ്ടാവും. എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ച് കമ്മാരനെ ഞങ്ങൾ സംരക്ഷിച്ചോളാം. പറ, ആരാണവർ? 25 ലക്ഷം രൂപ പിരിക്കാൻ ഞാനും എന്റെ അനുയായികളും ഒരുപാട് കഷ്ടപ്പെട്ടതാ. ആ പണം പാർട്ടി ഫണ്ടിലേക്കെന്നും പറഞ്ഞ് ഡൽഹിയിലേക്ക് അയച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. അയച്ചു കൊടുത്താൽ അത് അവിടെയുള്ളവന്മാര് വിഴുങ്ങും.
അതുകൊണ്ടാ എന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണം എന്റെ ശിഷ്യന്മാരെ കൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് മോഷ്ടിപ്പിച്ചത്. രാഷ്ട്രീയ മോഷണ ചരിത്രത്തിൽ ഇതൊരു പുതിയ ടെക്നിക്കല്ലേ? പുതിയ ടെക്നിക്കല്ലേ? ഈനാശുവിന്റെ ഡെഡ് ബോഡി എവിടെ? എനിക്ക് എന്തിനാ ഈനാശുവിന്റെ ഡെഡ് ബോഡി? സുഹൃത്തെ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. കൊല്ലാൻ സാധിച്ചില്ല എന്ന് പറയുന്നതല്ലേ എന്റെ ശരി. സ്റ്റേഷനിൽ ഹാജരാവാതിരിക്കാൻ വേണ്ടി ഈനാശുവിനെ കൊല്ലാൻ തന്റെ വാടക ഗുണ്ടകളോട് താൻ തന്നെ നിർദ്ദേശം കൊടുത്തില്ലടോ. അതിനു മുമ്പ് ഈനാശുവിനെ ഞാൻ കൊന്നു. എന്നിട്ട് അവനെ ഞാൻ ജീവിപ്പിച്ചു. ഈനാശു അത് ആട്ടോയിലുണ്ട്. ഈനാശു, സാറിന്റെ വീട്ടിൽ നിന്ന് അവനെ പൊക്കിയത് എന്റെ കൂട്ടുകാരാ. കമാര, ഇതൊന്ന് തുറക്ക്, ഞാൻ എന്നെ പാർട്ടി മെമ്പർ ആക്കാം. വേണ്ട. 7-ാം തീയതിയിലെ സൂര്യൻ ഇപ്പോഴും അസ്തമിച്ചിട്ടില്ല. എങ്ങനെയായിരുന്നാലും ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കപ്പെട്ടിരിക്കുന്നു. 25 ലക്ഷത്തിന്റെ കള്ളൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നിനക്ക് വല്ലതും പറയാനുണ്ടോ? ബാർബറെ വിളിച്ചോളൂ. എന്റെ പാതി മീശ എടുക്കാൻ ബാർബറെ വിളിച്ചോളൂ എന്ന്. ആരെങ്കിലും പോയി ബാർബർ സുഗുനെ വിളിച്ചോണ്ട് വാ. വേണ്ട ചായ, ഇവന്റെ ഈ സമ്മതം മാത്രം മതി എനിക്ക്. മീശ എവിടെ ഇരുന്നോട്ടെ. ഭാഗ്യനാഥ, മത്സരമൊക്കെ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് KV ഭാസ്കരനും VC ഭാഗ്യനാഥനും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇടയിൽ സംഭവിച്ചതൊക്കെ നമുക്ക് മറക്കാൻ ശ്രമിച്ചൂടെ? ഞാൻ മറന്നു കഴിഞ്ഞു ഭാസ്കര. മാത്രമല്ല, നീ തോറ്റിട്ടില്ലെന്നറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളിനോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? വിവരങ്ങളൊക്കെ ഭാസ്കരൻ പറയും. ചില നിർണായക തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോ. ആദ്യം ആ കാസറ്റ് ഇങ്ങോട്ടാ. കാസറ്റ് എന്നേ ഞാൻ തീയിലിട്ട് കത്തിച്ചു കളഞ്ഞു. നേരാണോ? ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, എനിക്ക് എന്റെ ജോലി തിരിച്ചു കിട്ടും. അഞ്ജുവിനെ എനിക്ക് അത് ശരി. ആ വെള്ളം മോനങ്ങ് വാങ്ങി വെച്ചേരെ. കേറി വേണ്ടിയല്ലേ? എന്താണ് നോക്കി നിൽക്കുന്നത്? നീ ഇത് കാണുന്നില്ലേ? അമ്മാവ, വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലീസ് ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ പുതിയ നയം. പക്ഷെ ഇവിടെ ഞാൻ ഇടപെടും. കാരണം ഇതാണ് ന്യായം, ഇതാണ് അതിന്റെ ശരി. എന്താകന്മാരാ? അതെ സാർ. ഒരു മിനിറ്റ് ഭാസ്കര, ഫാമിലി ഒക്കെ ആയ സ്ഥിതിക്ക് എന്റെ വീട്ടിൽ നമ്മൾ ഒന്നിച്ച് താമസിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. വളരെ ശരിയാ. അച്ചായൻ ഒറ്റക്കല്ലേ ഉള്ളൂ. വേറൊരു വീട് വാടകയ്ക്ക് എടുത്ത് അച്ചായൻ ഇന്ന് തന്നെ മാറിക്കോ.